ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 30. മിലാനിലെ വിശുദ്ധ അംബ്രോസ് അദ്ദേഹം ലിറ്റർജിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 333 അദ്ദേഹം ജനിച്ചത്. 397 അദ്ദേഹം മരിച്ചത്. 374 മുതൽ 397 വരെ മിലാനിലെ മെത്രാനായിരുന്നു അദ്ദേഹം. ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മെത്രാനാണ് അദ്ദേഹം. പൗരോഹിത്യവും കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി ദ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു രചനയിൽ 3/11/87 പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ള സംഗതിയാണ്. ഞാൻ എന്റേതായ തരത്തിൽ വ്യാഖ്യാനിക്കാം. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ടതിന് ശേഷം വേണം എന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ. പുരോഹിതൻ എന്തെങ്കിലും സമർപ്പിക്കണമെന്നും പരിശുദ്ധ സ്ഥലത്ത് രക്തത്തിലൂടെ പ്രവേശിക്കണമെന്നും നിയമം, മോശയുടെ ന്യായപ്രമാണം അനുശാസിക്കുന്നു. കാളകളുടെയും കോലാട്ടിൻകുട്ടികളുടെയും രക്തം ദൈവം നിരാകരിച്ചതിനാൽ ഈ പുരോഹിതൻ, നമ്മൾ ഇന്നലെ പറഞ്ഞ പുരോഹിതൻ, അതായത് പുരോഹിതന്മാരുടെ ഇളയ തമ്പുരാൻ, പുരോഹിതന്മാരുടെ രാജകുമാരൻ യേശുക്രിസ്തു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള നിത്യമായ അർപ്പണമാകേണ്ടതിന് സ്വർഗത്തെ തുളച്ചു കയറി അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചത് സ്വന്തം രക്തമുഖാന്തരമാണ്. ഈ കാരണത്താൽ പുരോഹിതനും ബലിവസ്തുവും ഒരേയാൾ തന്നെ. എന്നാൽ പൗരോഹിത്യവും ബലിയും മനുഷ്യാവസ്ഥയുടെ കടമകളാണ്. എന്തെന്നാൽ കുഞ്ഞാടിനെ പോലെ അവൻ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു. അപ്പോഴും അവൻ മെൽക്കിസദക്കിന്റെ ക്രമത്തിലുള്ള പുരോഹിതനായിരുന്നു. ദ ഫെയ്ത്ത് 3/11/87. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അതൊക്കെ എഴുതിയത്. ഇതിനകത്ത് ഒത്തിരിയേറെ ആഴമേറിയ ദൈവശാസ്ത്ര ചിന്തകളുണ്ട്. അപ്പൊ അത് ഞാൻ ചെറുതായിട്ട് വ്യാഖ്യാനിക്കാം. പുരോഹിതൻ എന്തെങ്കിലും സമർപ്പിക്കണമെന്നും പരിശുദ്ധ സ്ഥലത്ത് രക്തത്തിലൂടെ പ്രവേശിക്കണമെന്നും ന്യായപ്രമാണം അഥവാ നിയമം അനുശാസിക്കുന്നു. എന്തുകൊണ്ട്? എന്തെങ്കിലും സമർപ്പിക്കണം, പരിശുദ്ധ സ്ഥലത്ത് രക്തത്തിലൂടെ പ്രവേശിക്കണം. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ബലി മാത്രമാണ്. നമ്മുടെ ഈ അകത്തോലിക്ക സമൂഹങ്ങളും കത്തോലിക്ക സഭയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലുള്ള ഒരു അന്തരമുണ്ട്. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ എല്ലാ നമസ്കാരവുമാണ്, തല കുമ്പിടുന്നതാണ് ആരാധന എന്നാണ്. അതുകൊണ്ടാണ് ഈ തിരുസ്വരൂപങ്ങളുടെ മുമ്പിലോ ഐക്കണുകളുടെ മുമ്പിലോ ഒക്കെ കുമ്പിടുമ്പോൾ അത് പുറജാതിക്കാരുടെ വിഗ്രഹാരാധന തന്നെയാണെന്ന് അവർ വിചാരിക്കുന്നത്. കാരണം അവർക്കിങ്ങനെ കുമ്പിടുന്നതോ നമസ്കരിക്കുന്നതുമാണ് അവർക്ക് ആരാധന. എന്നാൽ കത്തോലിക്കർക്ക് അതല്ല ആരാധന, മറിച്ച് ബലിയാണ്. എന്തെങ്കിലും സമർപ്പിക്കണം, പരിശുദ്ധ സ്ഥലത്ത് രക്തത്തിലൂടെ പ്രവേശിക്കണം. കണ്ടോ, രക്തത്തിലൂടെ, ബലിയിലൂടെ. ഇതാണ് മോശയുടെ ന്യായപ്രമാണം. ഇനി അടുത്ത കാര്യങ്ങൾക്ക് വരികയാണ്. ആ ന്യായപ്രമാണം റദ്ദാക്കിയിട്ടില്ല. പിന്നെന്താ ചെയ്തിരിക്കുന്നത്? സബ്ലിമേറ്റ് ചെയ്തിരിക്കുക, ഉദാത്തീകരിച്ചിരിക്കുക. ആ ഉദാത്തീകരണം എന്താണെന്ന് നമുക്ക് പറയാം, അതിലേക്ക് വരാം. ചുരുക്കത്തില് ഞാൻ ആവർത്തിക്കുകയാണ്, പരിശുദ്ധ സ്ഥലത്തേക്ക് രക്തത്തിലൂടെ, ബലിയിലൂടെ മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. അതിനെയാണ് ഈ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. ഏതെങ്കിലും വിശുദ്ധർക്കോ കന്യകാമറിയത്തിനോ ഏതെങ്കിലും കത്തോലിക്കൻ ബലിയർപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ കത്തോലിക്കർ വിഗ്രഹാരാധകരാണോ? അല്ല. യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ നമസ്കരിക്കലല്ല, ബലിയർപ്പിക്കലാണ്. ബലിയർപ്പിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്, ദൈവത്തിന് മാത്രം. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയാണ്, പൗരോഹിത്യവും ബലിയും മനുഷ്യാവസ്ഥയുടെ കടമകളാണ്. ഗംഭീരമായ വചനമാണത്, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. പൗരോഹിത്യവും ബലിയും മനുഷ്യാവസ്ഥയുടെ കടമകളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ പൗരോഹിത്യ അഭിഷേകം എപ്പോഴാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മനുഷ്യാവതാരത്തിലാണ് ക്രിസ്തു പുരോഹിതനായി നിയമിക്കപ്പെട്ടത്. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 1 മുതൽ നമുക്ക് വായിക്കാം. അവിടെ പറയാണ്, ഈ പിതാവും പുത്രനും തമ്മിൽ സംഭാഷണമാണ് മനുഷ്യാവതാരത്തിന് മുമ്പ്. കാളകളെയും കോലാട്ടിക്കുട്ടികളെയും രക്തം കണങ്ങ് സംപ്രീതനായില്ല. അതിനാൽ അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി. ശരീരം ബലിയർപ്പിക്കപ്പെടാൻ ശരീരം സജ്ജമാക്കി. ഇത് പുസ്തകത്തിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, നിന്റെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വരുന്നു, നിന്നെ അനുസരിക്കാൻ ഞാനിതാ വരുന്നു. ആ അനുസരണം എന്റെ ജീവൻ പോലും ഹോമിക്കുന്നതിലേക്ക് എത്തുമെന്നർത്ഥം. അപ്പോൾ മനുഷ്യാവതാരം തൊട്ടു മുമ്പാണ് ഈ ഡയലോഗ്. ആ മനുഷ്യാവതാരമാണ് യേശുവിനെ പുരോഹിതനായി നിയമിച്ചാൽ മാത്രം പോരല്ലോ, വാഴിക്കണം. വാഴിച്ചതെപ്പോഴാണ്? മാമോദിസ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ അവന്റെ മേൽ പറന്നിറങ്ങി അവൻ അഭിഷേകം ചെയ്തു, പുരോഹിതനായി അഭിഷേകം ചെയ്തു.
ലൂക്കായുടെ സുവിശേഷം 3:21-22. അപ്പോൾ യേശുവിനെ മാമോദിസ കഴിഞ്ഞ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ റൂഹ ഈ പ്രാവിന്റെ ദേഹരൂപത്തിൽ വന്ന് അവന്റെ മേൽ ഇരുന്നു, അവനെ പുരോഹിതനെ അഭിഷേകം ചെയ്തു. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണ്? പുരോഹിതനെ അഭിഷേകം ചെയ്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? വചനപ്രഘോഷണം. അവൻ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞ് നേരെ നസ്രത്തിൽ സിനഗോഗിൽ ചെന്നു. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്ന ആളുടെ പ്രധാനപ്പെട്ട കർത്തവ്യം പ്രവാചകത്വമാണ്. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണം. ഭാവി പ്രവചിക്കലല്ല പ്രവചനം. ബൈബിളില് പ്രവചനം എന്ന് പറഞ്ഞാൽ വചനം പ്രഘോഷണമാണ്. അവൻ വചനം പ്രഘോഷിച്ചു, പ്രവാചകനായി. പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ സിനഗോഗിൽ ചെന്ന് പ്രവാചക ദൗത്യം ചെയ്തു. എന്നിട്ട് പറയാണ്, ഈ പൗരോഹിത്യം ബലിയും മനുഷ്യാവസ്ഥയുടെ കടമകളാണെന്ന് പറഞ്ഞിട്ട് അംബ്രോസ് പറയാണ്, അവൻ കുഞ്ഞാടിനെ പോലെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു, കുരിശിലേക്ക്, കാൽവരിലേക്ക്. നോക്കുക, കുഞ്ഞാടിനെ പോലെ. ഈ പുരോഹിതൻ തന്നെയാണ് ബലിവസ്തു. അതുകൊണ്ടാണ് അവൻ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അവിടെ കുരിശില് പുരോഹിതൻ, മഹാപുരോഹിതനായ യേശു അവൻ തന്നെ സമർപ്പിച്ചു. പക്ഷെ അപ്പോഴും കൊലക്കളത്തിലേക്ക് കുഞ്ഞാടായി ബലിവസ്തുവായി നയിക്കപ്പെടുമ്പോഴും അവൻ മെൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള പുരോഹിതനായിരുന്നു. പുരോഹിതൻ തന്നെയാണ് കുഞ്ഞാടായി ബലിയർപ്പിക്കപ്പെടാനായി കുരിശിലേക്ക്, കാൽവരിലേക്ക് നയിക്കപ്പെടുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പുരോഹിതൻ തന്നെ സമർപ്പിച്ചിട്ട് പിതാവിനോട് പറയുകയാണ്, പിതാവേ അവരോട് ക്ഷമിക്കണമേ. പിതാവിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന മഹാപുരോഹിതൻ. പരിശുദ്ധ റൂഹായുടെ ക്രമത്തിലുള്ള, അതാണ് മെൽക്കിസേദെക്ക്. മെൽക്കിസേദെക്ക് പരിശുദ്ധ റൂഹായുടെ ഒരു പൂർവ്വരൂപമാണ്. മെൽക്കിസേദെക്ക് എന്ന പരിശുദ്ധ റൂഹായുടെ ക്രമത്തിലുള്ള, മെൽക്കിസേദെക്ക് എന്ന പരിശുദ്ധ റൂഹയുടെ ക്രമത്തിലുള്ള മഹാപുരോഹിതൻ യേശുക്രിസ്തു കുരിശിലേക്ക് കയറിയപ്പോൾ, ബലിവസ്തുവായി കുരിശിലേക്ക് കയറിയപ്പോൾ അവൻ തന്നെ മഹാപുരോഹിതനായി തന്നെ സമർപ്പിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ സ്വർഗത്തിലേക്കാണ് തുളച്ചു കയറിയത്. കണ്ടോ? നമ്മുടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കണ്ടില്ലായിരുന്നോ? ഈ അംബ്രോസിന്റെ വാക്കുകൾ ഞാൻ അതൊന്നുകൂടി വായിക്കുകയാണ്. നമ്മൾ അത് കേട്ടില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകില്ല. അതായത്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിയത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? കാളകളെയും കോലാട്ടിൻകുട്ടികളുടെ രക്തം ദൈവം നിരാകരിച്ചതിനാൽ ഈ പുരോഹിതൻ, ക്രിസ്തു എന്ന പുരോഹിതന്മാരുടെ ഇളയ തമ്പുരാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള നിത്യമായ അർപ്പണമാകേണ്ടതിന് സ്വർഗത്തെ തുളച്ചു കയറി അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. അത് സ്വന്തം രക്തം മുഖാന്തരമാണ്. രക്തം മുഖാന്തരം സംഭവിക്കുന്നത് എവിടെയാണ്? കുരിശില്. ആ സമയത്ത് അവൻ പ്രവേശിച്ചത് എവിടെയാണ്? സ്വർഗത്തെ തുളച്ച് അതിപരിശുദ്ധ സ്ഥലത്ത്. ഇതുകൊണ്ടാണ് വെളിപാട് 5-ാമത്തെ അധ്യായത്തില് സ്വർഗത്തിൽ കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് എവിടെ? സിംഹാസനത്തിന് മുമ്പാകെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ അർപ്പിച്ചത് കാൽവരിയിലാണ്. പക്ഷെ അത് എന്നേക്കുമായി നിലനിൽക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നു. കൊല്ലപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് ശാശ്വതമായി കൊല്ലപ്പെട്ട കുഞ്ഞാട്. അതുകൊണ്ടാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പഞ്ചക്ഷതങ്ങൾ എപ്പോഴും കാണിച്ചത് കൊല്ലപ്പെട്ടവനാണ്. അത് ശാശ്വതമായ ബലിയാണ്. സ്വർഗത്തിൽ എന്നേക്കുമുള്ള ബലിയാണ്. ആ ബലിയുടെ മുൻ ആസ്വാദനമാണ് നമ്മുടെ കുർബാന. ചരിത്രത്തിൽ ഒരിക്കൽ സ്വർഗത്തിൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ആ ബലിയുടെ ഓർമ്മയും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സ്വർഗത്തിലുള്ള ബലിയുടെ മുൻ ആസ്വാദനവും ഓർമ്മയും ഭാവിയും, ഭൂതവും ഭാവിയും വർത്തമാനത്തിൽ സന്നിഹിതമാക്കുന്നതാണ് വിശുദ്ധ കുർബാന. പൗരോഹിത്യം ബലിയും മനുഷ്യാവസ്ഥയുടെ കടമകളാണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? ആരാധന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക വിഗ്രഹാരാധകരല്ല? ശരിയായ ആരാധന വേണമെങ്കിൽ ബലി വേണമെന്നും അതുകൊണ്ട് പെന്തക്കോസ്തകാരും ദൈവസഭക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും ഒക്കെ കത്തോലിക്ക സഭയിലേക്ക് വരണമെന്നും നമ്മൾ പറയുന്നത് ബൈബിളിന്റെ വെളിച്ചത്തിലാണ്. അല്ലാതെ ഈ അവരോടുള്ള വെറുപ്പോ വിദ്വേഷം ഒന്നുമല്ല. അവർ തെറ്റായി കുറച്ച് കാര്യം നല്ലതായി പഠിപ്പിക്കുന്നുണ്ട്, ചില കാര്യം തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തിരുത്തി കത്തോലിക്ക സഭയിലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണതയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏത് കുടുംബത്തിലെ പ്രശ്നമില്ലാത്ത? അത് കുടുംബത്തിൽ നിന്ന് പുറത്തു പോയിട്ടല്ല തിരുത്തേണ്ടത്, കുടുംബത്തിനകത്ത് നിന്നുകൊണ്ടാണ് തിരുത്തേണ്ടത്.
അതിനുള്ള ശ്രമങ്ങളാണ് ഞാനും നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നടത്താം. ഈ വാക്കുകള്, ഈ അംബ്രോസ് മെത്രാന്റെ വാക്കുകള് നിങ്ങളൊരു 10-15 പ്രാവശ്യങ്ങളും കേൾക്കണമെന്നും അതിന്റെ ശരിയായ ആഴം കണ്ടെത്താനായിട്ട് ശ്രമിക്കണമെന്നും നോട്ട് കുറിക്കണമെന്നൊക്കെ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 31. വിശുദ്ധ അംബ്രോസ്, മിലാനിലെ വിശുദ്ധ അംബ്രോസ് ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 333 ജനിച്ച് 397 മരിച്ച ആളാണ് വിശുദ്ധ അംബ്രോസ്. 374 മുതൽ 397 വരെ മിലാനിലെ മെത്രാനായിരുന്നു. പാഷാണ്ഡതകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മെത്രാൻ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പോഴും ഈ പാഷാണ്ഡതയും ശീഷ്മയും നടക്കുന്ന നമ്മുടെ കാലയളവിലും ശക്തമായ നിലപാടെടുക്കുന്ന മെത്രാന്മാരും വൈദികരും ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയും പ്രാർത്ഥനയും എനിക്കുണ്ട്. അദ്ദേഹം ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചർച്ച ചെയ്തു. ഇന്ന് മറ്റൊരു കാര്യം, ദ ഫെയ്ത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിൽ 4:10-124 എന്ന ഖണ്ഡത്തിൽ കാണുന്ന കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അവൻ പറയുന്നു, യേശു, എന്റെ മാംസം യഥാർത്ഥ ഭക്ഷണവും എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. തന്റെ മാംസത്തെക്കുറിച്ച് അവൻ പറയുന്നത് നിങ്ങൾ കേട്ടു, തന്റെ രക്തത്തെക്കുറിച്ച് അവൻ പറയുന്നത് നിങ്ങൾ കേട്ടു. ഇവ രണ്ടും കർത്താവിന്റെ മരണത്തിന്റെ വിശുദ്ധ അടയാളങ്ങളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ വ്യാഖ്യാനം നൽകാം. എന്റെ വ്യാഖ്യാനം: നിങ്ങൾക്ക് അവന്റെ ദൈവത്വത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ? അവൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കൂ. ആത്മാവിന് മാംസവും അസ്ഥിയുമില്ല. വിശുദ്ധ പ്രാർത്ഥനയുടെ രഹസ്യത്താൽ കർത്താവിന്റെ മാംസരക്തങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ട കൗദാശിക മൂലപദാർത്ഥങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാം അവന്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വായിച്ചത്, അതിന്റെ തർജ്ജമ, എന്റെ തർജ്ജമ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ തർജ്ജമ ചെയ്തത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഒന്ന് വായിക്കണം, കേൾക്കണം. എന്നിട്ട് വേണം എന്റെ വ്യാഖ്യാനം കേൾക്കാൻ. കാരണം അത്രയും ആഴമേറിയ, എനിക്കറിഞ്ഞൂടെ, ദൈവശാസ്ത്രത്തിന്റെയും ഒരു ഉന്നതമായ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന വാക്കുകളാണിത്. അതുകൊണ്ടാണ് ഈ മഹാനായ മെത്രാൻ, മിലാനിലെ മെത്രാൻ, ആഗസ്തീനോസിനെ വല്ലാതെ സ്വാധീനിച്ച മെത്രാൻ, ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വളരെ ഗംഭീരമാണ്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ചെറുതായിട്ട്. നിങ്ങൾക്ക് അവന്റെ ദൈവത്വത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ? ക്രിസ്തു ദൈവമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ പിന്നെ കുർബാനയെക്കുറിച്ച് ചർച്ച ചെയ്യാനില്ല. അതാണ് പറയണേ. യേശു ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിലേ നമുക്ക് കുർബാനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂ. അപ്പോ യഹോവ സാക്ഷികൾ യേശു ദൈവമല്ലെന്ന് പറയുന്നു. അവർക്ക് കുർബാനയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവർ പരോക്ഷമായി ഇസ്ലാമിനെ സഹായിക്കുന്നവരാണ്. യേശു ദൈവമല്ല, യേശു മരിച്ചിട്ടില്ല, യേശു ഉത്ഥാനം ചെയ്തിട്ടില്ല, ഇങ്ങനെയെല്ലാം പറയുന്ന, പഠിപ്പിക്കുന്ന ദൈവം തൃത്വമല്ല, ഇങ്ങനെ അടിസ്ഥാനപരമായ ക്രൈസ്തവ തത്വങ്ങളെല്ലാം നിരാകരിക്കുന്നവരാണ് യഹോവ സാക്ഷികൾ. അപ്പൊ അവർക്ക് അവരോട് കുർബാനയെക്കുറിച്ച് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ യേശുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്നെങ്കിലും മറിയത്തിന്റെ ദൈവമാതൃത്വമോ അവളുടെ പുണ്യമോ അല്ലെങ്കിൽ യേശുവിന്റെ മനുഷ്യാവതാരം തന്നെയോ കൃത്യമായി മനസ്സിലാക്കാത്തവരാണ് പെന്തക്കോസ്ത് ദൈവസഭക്കാര്. ദൈവമനുഷ്യ ഭൂമിയിൽ വന്ന കാര്യം പോലും അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് അവർ ഐക്കണുകളും തിരുസ്വരൂപങ്ങളും ഒക്കെ നിഷേധിക്കുന്നത്. അവർക്കെല്ലാം ആത്മാവ് മാത്രമേ ഉള്ളൂ, ഭൗതികമായി യാതൊന്നുമില്ല. ആത്മാവ് മാത്രമുള്ളെങ്കിൽ അവര് ഈ ലോകത്ത് ജീവിക്കേണ്ട ആളുകളല്ലല്ലോ. ഈ ലോകത്തുള്ളവർക്ക് ദേഹം, ദേഹി, ആത്മാവ്, അങ്ങനെ 3 സംഗതികളുണ്ട്. ദേഹമുണ്ട്, ദേഹി, സോളുണ്ട്, ആത്മാവുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. ഈ 3 സംഗതി ഇല്ലാതെ അവർക്കെല്ലാം ആത്മാവ് മാത്രമാണെങ്കിൽ പെന്തക്കോസ്തക്കാർ ദേഹിയില്ലേ? ദേഹമില്ലേ? ശരീരമില്ലേ? ഈ ഭൗതിക പദാർത്ഥം ഇല്ലേ? അപ്പൊ ഈ ഭൗതിക പദാർത്ഥം നിഷേധിക്കുന്ന പെന്തക്കോസ്ത് ദൈവസഭക്കാരും ഭൗതികമായ അടയാളങ്ങളെല്ലാം നിഷേധിക്കുന്നവരാണ്. അപ്പോൾ യേശുവിന്റെ മനുഷ്യാവതാരം തന്നെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾക്ക് യേശുവിന്റെ ദൈവത്വത്തെക്കുറിച്ചോ മനുഷ്യത്വത്തെക്കുറിച്ചോ ആശങ്കയുണ്ടോ, സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ കുർബാനയുമായി ചർച്ച ചെയ്യാൻ നിങ്ങൾ വന്നിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാകില്ല. എന്നിട്ട് പറയാ, അവൻ പറഞ്ഞു കേൾക്കൂ, യേശു പറഞ്ഞു കേൾക്കൂ, ആത്മാവിന് മാംസവും അസ്ഥിയുമില്ല. ഗംഭീരമായ വചനമാണ് കേട്ടോ അത്. ആത്മാവിന് മാംസവും അസ്ഥിയും ഇല്ല. എന്താണ് ഈ മിലാനിലെ അംബ്രോസ് മെത്രാൻ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. കർത്താവിന്റെ വാക്കുകളാണ്.
ആത്മാവാണ് ജീവൻ നൽകുന്നത്. യോഹന്നാൻ 6:63. ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പയുടെ മനോഹരമായ വ്യാഖ്യാനം നസറത്തിൽ യേശു എന്ന ആ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. അതായത് കുർബാനയുടെ യാഥാർത്ഥ്യമാണ് ഇതിലൂടെ കർത്താവ് അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. അതായത് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള നീണ്ട പ്രഭാഷണത്തിനിടയിലാണ് നിങ്ങൾ നിന്റെ മാംസം ഭക്ഷിക്കണം, നിന്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞ അനേക പ്രാവശ്യം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം എല്ലാം തച്ചുടയ്ക്കാൻ തോന്നുന്ന തരത്തിലാണ് കർത്താവ് പറയണേ, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഒന്ന്, എന്റെ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, മാംസം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും ഏറെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം അവിടെയുണ്ട്. എന്താണ്? ആത്മാവിന് മാംസവും രക്തവും ഇല്ല എന്ന് അംബ്രോസ് പറയുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന യേശുവിന്റെ വാഗ്ദാനത്തിലേക്ക്, യേശുവിന്റെ വചനത്തിലേക്ക് വിരൽ ചൂണ്ടി അംബ്രോസ് പറയുന്നത് എന്താണ് നാം കുർബാന സ്വീകരിക്കുന്നത്? മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നുപോയവനെയാണ്, ആ യാഥാർത്ഥ്യത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ഞാനിത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളൊരു 100 വട്ടം അടിവരയിട്ട് കേൾക്കേണ്ട വചനമാണിത്. മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നുപോയവൻ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. അവൻ ദൈവമാണ്, മനുഷ്യനായി വന്നു. തിരിച്ച് ദൈവത്വത്തിലേക്ക് പോകുന്നത് വെറും അവന്റെ മുമ്പുണ്ടായിരുന്ന ദൈവത്വത്തിലേക്ക് തിരിച്ചു പോകുകയല്ല, ലോകരക്ഷ പൂർത്തിയാക്കിയിട്ടാണ് പോണേ. ലോകരക്ഷ. അപ്പൊ രക്ഷകനായിട്ടാണ് കടന്നു പോണേ. അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടി പറയുന്നത്, മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നുപോയവനെയാണ് വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്നത്. മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നുപോയവൻ, അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ആത്മാവും ശരീരം എന്ന് പറയില്ലേ, ആ ആത്മാവല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് ജീവൻ നൽകുന്നതെന്നും കൂടെ അർത്ഥമുണ്ട്. അതായത് യേശു മരിച്ചു, ഉത്ഥാനം ചെയ്തു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിന് നൽകി. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആത്മാവായിട്ടാണ് അവൻ നമ്മിലേക്ക് വരുന്നത്. അത് അവനങ്ങനെ കഴിഞ്ഞത് അവൻ മനുഷ്യനായതുകൊണ്ടാണ്. ദൈവം മനുഷ്യനായി, ആ ദൈവവും മനുഷ്യനുമായവൻ അപ്പമായി. അപ്പം മനുഷ്യാവതാരത്തെ ഒട്ടും നിഷേധിക്കാതെ, അതേസമയം മനുഷ്യന്റെ പച്ചമാംസമല്ല നമ്മൾ കഴിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് വിശുദ്ധ അംബ്രോസ്. കർത്താവ് തന്നെ പറഞ്ഞ വചനം ഉപയോഗിച്ചിട്ട്, ആത്മാവിന് അസ്ഥിയും മാംസവും ഇല്ല. ആത്മാവിന് അസ്ഥിയും മാംസവും ഇല്ല. ഈ ദിവ്യകാരണ അത്ഭുതങ്ങളെ കുറിച്ച് വളരെ പച്ചമാംസമാണ് കഴിക്കുന്ന എന്ന മട്ടില് ചില ധ്യാന ഗുരുക്കന്മാർ പ്രസംഗിക്കുകയും നമ്മൾ ചില ഓൺലൈൻ ചാനല് അത് വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഈ മിലാൻ അംബ്രോസ് പറയുന്ന വചനവും യോഹന്നാൻ 6:63 കേൾക്കണം. ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകമെങ്കിലും അവരൊന്ന് വായിക്കണം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നുപോയവനാണ്, ആ യാഥാർത്ഥ്യത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവിന് മാംസവും അസ്ഥിയുമില്ലെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അതാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നതെന്ന് പറയുന്നതും അതാണ്. മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി പോയവനെയാണ് വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്നത്. അതിനാൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്തവൻ ആത്മാവായിട്ടാണ് നമ്മിലേക്ക് വരുന്നത്. ആത്മാവിന് മാംസവും രക്തവും ഇല്ല. ആത്മാവിന് മാംസവും രക്തവും ഇല്ല. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ ആത്മാവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഞാൻ ആത്മാവും ശരീരവുമാണ് എന്ന് ആ ആത്മാവല്ല, മറിച്ച് മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നുപോയവനെയാണ് ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവിന് മാംസവും അസ്ഥിയും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് കുർബാന സ്വീകരിക്കുമ്പോൾ ഇതെന്റെ മാംസമാണ്, ഇതെന്റെ ശരീരമാണ്, ഇത് രക്തമാണെന്ന് പറഞ്ഞിട്ടും അതിനകത്ത് മാംസവും രക്തവും അസ്ഥിയും ഒന്നും ഇല്ലാത്തത്. കാര്യം ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കാരണം അംബ്രോസ് പറഞ്ഞത് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതല്ല. കാരണം അത്രയും ഉയർന്ന തരത്തിൽ ചിന്തിക്കുകയാണ് അദ്ദേഹം. കർത്താവിന്റെ വാക്കുകൾ ധ്യാനിച്ചിട്ട്, ആ വാക്കുകൾ ധ്യാനിച്ചിട്ട് ഞാൻ എന്റെ എളിയ ബുദ്ധിയിലാണ് ഞാൻ നിങ്ങളോട് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ പല പ്രാവശ്യം കേട്ടാലേ ഈ പറയുന്നതിന്റെ ആന്തരികാർത്ഥത്തിൽ കടക്കാൻ പറ്റൂ. എന്താണ് വിശുദ്ധ കുർബാന സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഇത് വളരെ നല്ല ധ്യാനമാണ്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ദിവ്യകാരണ അത്ഭുതങ്ങളെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ വാക്കുകളും, അതായത് ആത്മാവാണ് ജീവൻ നൽകുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന വാക്കുവും, അതുപോലെ തന്നെ വിശുദ്ധ അംബ്രോസിന്റെ വാക്കുകള് ആത്മാവിന് മാംസവും രക്തവും ഇല്ല എന്ന വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. അതേക്കുറിച്ച് ഞാൻ നൽകിയ വ്യാഖ്യാനവും നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി പറഞ്ഞാൽ ഉപസംഹരിക്കാം. വിശുദ്ധ പ്രാർത്ഥനയുടെ രഹസ്യത്താൽ കർത്താവിന്റെ മാംസരക്തങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ട കൗതാശിക മൂലപദാർത്ഥങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാം അവന്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്.
വിശുദ്ധ പ്രാർത്ഥനയുടെ രഹസ്യത്താൽ കർത്താവിന്റെ മാംസരക്തങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ട കൗദാശിക മൂലപദാർത്ഥങ്ങൾ, സാക്രമെന്റൽ എലമെന്റ്സ്, മൂലപദാർത്ഥങ്ങൾ, അപ്പവും വീഞ്ഞും, കർത്താവിന്റെ മാംസരക്തങ്ങൾക്ക് രൂപാന്തരപ്പെട്ട കൗദാശിക മൂലപദാർത്ഥങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാം അവന്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്. മരണമെന്ന് പറഞ്ഞാൽ മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ദൈവത്വത്തിലേക്ക് കടന്നുപോയ രക്ഷകനെ, ആ രക്ഷകനാണ് ആത്മാവായി മാംസവും രക്തവുമില്ലാത്ത, മാംസവും അസ്ഥിയുമില്ലാത്ത രക്ഷകനായി ആത്മാവായി നമ്മിലേക്ക് വരുന്നത്. ഇതാണ് വിശുദ്ധ കുർബാന. ലിറ്റർജി സ്നേഹിച്ചു നോക്കൂ. നമുക്ക് ഒരു ദിവസം ഒരു കുർബാന പങ്കെടുത്താൽ പോരാൻ തോന്നും. കർത്താവിന്റെ പള്ളിയിൽ നിന്ന് പോകാൻ തോന്നില്ല, പോകേണ്ടി വരും. പക്ഷെ എങ്കിലും അത്രമാത്രം സ്നേഹം കർത്താവിനോട് തോന്നും. ഇതാണല്ലോ സംഭവിക്കുന്നത്. ഈ മഹാരഹസ്യത്തിൽ പിന്നെയും പിന്നെയും പങ്കെടുത്ത് ആ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. അത്രമാത്രം സ്നേഹമാണിത്. അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 32. മിലാനിലെ വിശുദ്ധ അംബ്രോസിന്റെ ധ്യാനം നമ്മൾ തുടരുകയാണ്. 333 ജനിച്ച് 397 മരിച്ച മിലാനിലെ വിശുദ്ധ അംബ്രോസ്. 374 മുതൽ 397 വരെ അദ്ദേഹം മിലാനിലെ മെത്രാനായിരുന്നു. പാഷാണ്ഡതകൾക്കെതിരെ ശക്തമായി നിലപാടെടുത്ത മെത്രാൻ. ദ മിസ്റ്ററീസ് എന്ന അദ്ദേഹത്തിന്റെ രചനയില് 950, 958 ഞാൻ ആദ്യം വായിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ചെറിയ വ്യാഖ്യാനങ്ങൾ മതി. ആരെങ്കിലും ചോദിച്ചേക്കാം, ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ് സ്വീകരിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാം? ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാണ് സ്വീകരിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാം? അദ്ദേഹം പറയാണ്, തെളിവുകളുണ്ട്, പക്ഷെ ആധ്യാത്മിക തെളിവുകളേ ഉള്ളൂ. പ്രകൃതി രൂപം കൊടുത്തതല്ല, ആശീർവാദം കൂദാശ ചെയ്തതാണ് ഈ അപ്പം. പ്രകൃതി രൂപം കൊടുത്തതല്ല, ആശീർവാദം കൂദാശ ചെയ്തതാണ് ഈ അപ്പം. എന്നാൽ പ്രകൃതിയുടെ ശക്തിയേക്കാൾ വലുതാണ് ആശീർവാദത്തിന്റെ ശക്തി. പ്രകൃതി പോലും രൂപപ്പെട്ടതും മാറിയതും ആശീർവാദം കൊണ്ടാണ്. ക്രിസ്തു ഈ കൂദാശയിലുണ്ട്, എന്നാൽ ഇത് എന്റെ ശരീരമാണ് എന്നാണ് അവൻ പറയുന്നത്. എങ്കിലും ഇത് അവന്റെ ഭൗതിക ശരീരമല്ല, ആധ്യാത്മിക ശരീരമാണ്. എന്നാൽ ദൈവത്തിന്റെ ശരീരം ആത്മീയ ശരീരമാണല്ലോ. നമുക്കിവിടെ 3 കാര്യങ്ങൾ ഒന്ന് ഓർക്കാം. ഒന്ന്, ഈ പ്രകൃതിയുടെ ശക്തിയേക്കാൾ വലുതാണ് ആശീർവാദത്തിന്റെ ശക്തി. ഇവിടെ ആശീർവാദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഉണ്ടാകട്ടെ എന്ന വചനം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയ ദൈവം, അതിനാണ് ആശീർവാദം എന്ന് പറയുന്നത്. എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ഈ ദിവ്യകാരണത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? എനിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അദ്ദേഹം പറയാണ്, ആധ്യാത്മിക കാര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഉറപ്പിക്കാം. കാരണം പ്രകൃതിയിലെ ഭൗതിക പദാർത്ഥങ്ങളുണ്ട്, ആശീർവാദത്തിന്റെ സംഗതികളുണ്ട്. ഇത് ആശീർവാദം കൂദാശ ചെയ്തതാണ് ഈ അപ്പം. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരം. ഈ ആശീർവാദം കൂദാശ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ശക്തിയേക്കാൾ വലുതാണ് ആശീർവാദത്തിന്റെ ശക്തി എന്ന് ഓർക്കണം. പ്രകൃതി പോലും രൂപപ്പെട്ടതും മാറിയതും ആശീർവാദം കൊണ്ടാണ്, ആശീർവാദത്തിന്റെ വചനം കൊണ്ട്. ക്രിസ്തു ഈ കൂദാശയിലുണ്ട്, എന്നാൽ അവന്റെ വചനം പറയുന്നു, ഇത് എന്റെ ശരീരം ആണ്. അപ്പോൾ ആശീർവാദം, വചനം അപ്പത്തിലേക്ക് വന്നു. അപ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറി. പക്ഷേ പദാർത്ഥമല്ല, ഭൗതിക ശരീരമല്ല, ആധ്യാത്മിക ശരീരം. പക്ഷെ ശരീരമാണ്, ആധ്യാത്മിക ശരീരം. എന്തെന്നാൽ ദൈവത്തിന്റെ ശരീരം ആത്മീയ ശരീരമാണല്ലോ. ദൈവത്തിന്റെ ശരീരം ആത്മീയ ശരീരമാണല്ലോ. ദൈവത്തിന്റെ ശരീരം കാണാൻ പറ്റുമോ? ഇല്ല. ഇതിൽ ക്രിസ്തുവിന്റെ ശരീരം കാണാൻ പറ്റില്ല. അപ്പമാണ് കാണുന്നത്, പക്ഷെ അത് ക്രിസ്തുവാണ്. ദൈവത്തിന്റെ ശരീരം ആത്മീയ ശരീരമാണല്ലോ. നിങ്ങൾക്ക് വ്യാഖ്യാനത്തിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം ദ സാക്രമെന്റ്സ് എന്ന് പറയുന്ന രചനയിൽ ഒരു കാര്യം കൂടി ഇന്ന് നമുക്ക് കേൾക്കാം. ദ സാക്രമെന്റ്സ് എന്ന രചനയില് 4:4-14, 4:5-23 ഈ പിന്നെ ഈ ചർച്ച പോവുകയാണ്, അദ്ദേഹം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. എങ്കിലും വേറൊരാൾ ഇങ്ങനെ പറയാം, എന്റേത് സാധാരണ അപ്പമാണ്, അതായത് ഞാൻ സ്വീകരിക്കുമ്പോൾ അത് സാധാരണ അപ്പമാണ്, അത് ക്രിസ്തുവാണെന്ന് തോന്നണില്ല എനിക്ക്. അതെ, മിലാനിലെ അംബ്രോസ് പറയാണ്, അതെ, അപ്പം തന്നെ അപ്പമാണ്, അത് കൂദാശയുടെ വചനം ഉച്ചരിക്കപ്പെടുന്നതിന് മുൻപ്. ഈ ചോദ്യം ചോദിച്ച ആളോട് പറയാ, കൂദാശയുടെ വചനം ഉച്ചരിക്കപ്പെടുന്നതിന് മുമ്പ് അപ്പം തന്നെ. പക്ഷെ കൂദാശത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പമല്ല, ക്രിസ്തുവിന്റെ മാംസമാണ്.
നമുക്ക് ഇതും കൂടി കൂട്ടിച്ചേർക്കാം. അപ്പമായിരിക്കുന്ന സംഗതി ക്രിസ്തുവിന് ശരീരമാകുന്നത് എങ്ങനെ? ആ ചോദ്യം നമുക്ക് ചോദിക്കാം. ഉത്തരം ഇതാണ്: കൂദാശ ചെയ്യുന്നത് വഴി. ഈ അപ്പമായിരിക്കുന്ന സംഗതി ക്രിസ്തുവിന് ശരീരമായി മാറുന്നത് എങ്ങനെ? ഉത്തരം ഇതാണ്: കൂദാശ ചെയ്യുന്നത് വഴി. ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോഴാണ് ഈ കൂദാശ സംഭവിക്കുന്നത്. കൂദാശ ചെയ്യുന്ന പറഞ്ഞെന്താണ്? ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോഴാണ്. ആരുടെ വാക്കുകൾ? കർത്താവായ ഈശോയുടെ വാക്കുകൾ. ഏതെങ്കിലും വാക്കുകൾ, ആരുടെയും വാക്കുകളല്ല. ചില വാക്കുകളാണ്, ആരുടെയെങ്കിലും വാക്കല്ല, ഈശോയുടെ വാക്കുകൾ. എന്നിട്ട് അദ്ദേഹം പറയാ, മറ്റെല്ലാ പ്രാർത്ഥനകളും നോക്കൂ പുരോഹിതൻ ചൊല്ലുന്നത്. പുരോഹിതൻ ചില പ്രാർത്ഥന സമർപ്പിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, രാജാക്കന്മാർക്കും ജനങ്ങൾക്കും വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുന്നു, അപേക്ഷകൾ സമർപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ കൂദാശയുടെ വചനമാകുമ്പോൾ, സമയമാകുമ്പോൾ, അനാഫറയുടെ സമയമാകുമ്പോൾ, പുരോഹിതൻ തന്റെ വാക്കുകളല്ല പറയുന്നത്, ക്രിസ്തുവിന്റെ വാക്കുകളാണ് ഉച്ചരിക്കുന്നത്. കൂദാശയെ പൗത്രീകരിക്കുന്നത് ക്രിസ്തുവിന്റെ വാക്കുകളാണ്. അതെ, കൂദാശയുടെ വചനങ്ങൾക്ക് മുമ്പ് അപ്പം മാത്രമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ വചനം വരുന്നതോടെ അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു. ഇക്കാരണത്തിൽ അവൻ പറയുന്നത് കേൾക്കൂ: ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. ക്രിസ്തുവിന്റെ വചനം അപ്പത്തിലേക്ക് വരുന്നു. ക്രിസ്തു തന്റെ ജീവൻ തന്റെ വചനം കൊണ്ട് അപ്പത്തിൽ എഴുതുന്നു. അപ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു, ക്രിസ്തുവായിട്ട് മാറുന്നു. ഇതുപോലെ തന്നെയാണ് കാസയുടെ കാര്യത്തിലും. ക്രിസ്തുവിന്റെ വചനം വരുന്നതിന് മുമ്പ് അത് വെള്ളം കലർത്തിയ വീഞ്ഞാണ്. എന്നാൽ ക്രിസ്തുവിന്റെ വചനം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് മനുഷ്യരെ രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ രക്തമായി മാറുന്നു. ക്രിസ്തുവിന്റെ വചനം ഈ വെള്ളം കലർത്തിയ വീഞ്ഞിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് മനുഷ്യരെ രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ രക്തമായി, ക്രിസ്തുവിന്റെ ജീവനായി മാറുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് നമുക്ക് തോന്നാം. ഒന്ന്, നമുക്കറിയാം. പക്ഷേ ഇത് ആദ്യമായിട്ട് പറഞ്ഞതൊന്നും നമ്മളിപ്പോ കേട്ടത് ഇദ്ദേഹം പറയുന്ന 4-ാം നൂറ്റാണ്ടിലാണ്. ആ 4-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ പല തരത്തിൽ നമുക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായി പറഞ്ഞതും വ്യാഖ്യാനിച്ചതും ഇവരാണ്. വചനത്തിന് ആശീർവാദം എന്ന വാക്ക് കൊടുത്തത് ഇദ്ദേഹമാണ്, ഈ അംബ്രോസ്. അതായത് ആശീർവാദം എന്ന് വചനം, ക്രിസ്തുവിന്റെ വചനം വരുന്നു പറഞ്ഞാൽ അദ്ദേഹം പറയാണ് ആശീർവാദം വരുന്നു. ആശീർവാദമാണ് ഈ പ്രകൃതിയെ പോലും സൃഷ്ടിച്ചത്. വചനമാണ് ഈ പ്രകൃതിയെ പോലും സൃഷ്ടിച്ചത്. ആ വചനമാണ് ഈ അപ്പത്തിലേക്ക് വരുന്നത്. സർഗാത്മകമായ വചനം, സർഗാത്മകമായ ആശീർവാദം. എന്താ ആ പ്രയോഗങ്ങളുടെ ആഴം നോക്കിയാൽ? സർഗാത്മകമായ, അത് സർഗാത്മകം എന്ന് ഞാൻ പറയുന്നതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്ത് അത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഞാനൊന്ന് വെളിപ്പെടുത്തുന്നേ ഉള്ളൂ. ചുരുക്കത്തില് ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, താത്വികമായിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ പിന്നീട് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ സിമ്പിളാണ് ഈ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുവുത്ഥാനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇത് മൂന്നുമാണ് ഈ അപ്പത്തെ അവന്റെ ശരീരമാക്കി മാറ്റുന്നത്, ഈ വീഞ്ഞിനെ അവന്റെ രക്തമാക്കി മാറ്റുന്നത്. 3 കാര്യങ്ങൾ ഓർത്താൽ മതി: ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി, അവന്റെ തിരുവുത്ഥാനത്തിന്റെ ശക്തി, അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ 3 കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 33. വിശുദ്ധ ജെറോം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചിരുന്നത് മിലാനിലെ വിശുദ്ധ അംബ്രോസിനെ കുറിച്ചാണ്. അംബ്രോസ് ലിറ്റർജിയെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മൾ വിശുദ്ധ ജെറോം പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ ജെറോം ജനിച്ചത് 347 ക്രിസ്തുവർഷം, മരിച്ചത് ക്രിസ്തുവർഷം 420. അദ്ദേഹത്തിന് മുഴുവൻ പേര് എവ്സേബിയൂസ് സൊഫ്രോണിയൂസ് ഹിയറേനിമുസ് എന്നാണ്. ഹിയറേനിമുസ്. അതാണ് പിന്നീട് പോപ്പുലറായി വിശുദ്ധ ജെറോം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. പുരോഹിതൻ, വിശ്വാസ പ്രഘോഷകൻ, വേദശാസ്ത്രി, പരിഭാഷകൻ. ലത്തീൻ മുൾഗാത്ത അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ ലത്തീൻ മുൾഗാത്തയാണ് സഭയുടെ ഔദ്യോഗിക ബൈബിൾ ഇപ്പോഴും. അപ്പോൾ അത്രയും പണ്ഡിതനായ ഒരു മനുഷ്യനാണ് വിശുദ്ധ ജെറോം. ഹീബ്രു, ഗ്രീക്ക്, ലത്തീൻ എല്ലാം ബേത്ലഹേമിലെ ഗുഹയിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തർജ്ജമ, മുൾഗാത്ത തർജ്ജമ, ലത്തീൻ തർജ്ജമ പൂർത്തിയാക്കിയത്. അദ്ദേഹം ലെറ്റർ ടു ഹീലിയോദോറസ് എന്ന് പറഞ്ഞ ആൾക്ക്, ഹീലിയോദോറസ് ഒരാളുടെ പേരാണ്, അദ്ദേഹത്തിന് എഴുതിയൊരു കത്തിനകത്ത് ഒരു ചെറിയ വാചകമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ലിറ്റർജിയെക്കുറിച്ച്. ലെറ്റർ ടു ഹീലിയോദോറസ്. സ്ലീഹന്മാരുടെ പിന്തുടർച്ചയിൽ ആയിരുന്നുകൊണ്ട്, വളരെ പ്രധാനപ്പെട്ട വാക്കാണത്, സ്ലീഹന്മാരുടെ പിന്തുടർച്ചയിൽ ആയിരുന്നുകൊണ്ട്
തങ്ങൾ ഉച്ചരിക്കുന്ന പരിശുദ്ധ വചനത്തെ ക്രിസ്തുവിന്റെ ശരീരവുമായി സംയോജിപ്പിക്കുന്ന ഈ വൈദികർക്കെതിരായി ഞാൻ സംസാരിക്കുകയില്ല. അവരുടെ പരിശ്രമം മുഖാന്തരമാണ് നാം ക്രിസ്ത്യാനികളായിരിക്കുന്നത്. ഇതിന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ട് പിന്നെ ഒരു വാചകം കൂടെ പറയുന്നത് അദ്ദേഹം പറയുന്നപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. സ്ലീഹന്മാരുടെ പിന്തുടർച്ചയിലായിരുന്നാലേ വിശുദ്ധ കുർബാനയാകൂ. ഇത് കർത്താവ് സഭയെ ഏൽപ്പിച്ചതാണ്. സ്ലീഹന്മാരെ ഏൽപ്പിച്ചു, സ്ലീഹന്മാർ സഭയെ ഏൽപ്പിച്ചു. അപ്പോൾ ക്രിസ്തു, സ്ലീഹന്മാരെ, സഭ, ആ സഭയിലായിരുന്നാലേ വിശുദ്ധ കുർബാനയാകൂ. ഇപ്പൊ നമ്മള് കുർബാനയ്ക്കിടയിൽ മാർപ്പാപ്പയുടെ പേര് പറയുന്നതും മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് പറയുന്നതും മെത്രാപ്പോലിത്തയുടെയും മെത്രാനും പേര് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല. അതുണ്ട്, പക്ഷെ അതല്ല പ്രധാനപ്പെട്ട കാര്യം. ഈ സഭയുടെ പിന്തുടർച്ചയിൽ, ഈ കൂട്ടായ്മയിൽ ആയിരുന്നാലേ കുർബാനയാകൂ. അപ്പോൾ ചില വൈദികര് മാർപ്പാപ്പയുടെ ദേഷ്യം പോലെ മാർപ്പാപ്പയുടെ പേര് പറയാതിരുന്നാൽ, മേജർ ആർച്ച് ബിഷപ്പിന്റെ ദേഷ്യം കൊണ്ട് ആ പേര് പറയാതിരുന്നാൽ, മെത്രാപ്പോലിത്തയുടെ ദേഷ്യം കൊണ്ട് പേര് പറയാതിരുന്നാൽ, മെത്രാനുടെ ദേഷ്യം കൊണ്ട് പേര് പറയാതിരുന്നാൽ അവരർപ്പിക്കുന്നത് സഭയുടെ കുർബാനയല്ല, ഈ സ്ലീഹന്മാരെ പിന്തുടർച്ചയിലല്ല. അപ്പോൾ ആ കുർബാന സംബന്ധിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമുണ്ട്. കാരണം സഭയിൽ നിന്ന് ഭിന്നിച്ചു പോയ, അതായത് ശീഷ്മയിലായിരിക്കുന്ന ഒരാൾ കുർബാന ചൊല്ലുന്ന പോലെയാണ്. അപ്പൊ ഇത് വ്യക്തിപരമായി ദേഷ്യം തീർക്കാനുള്ള ഒരു വേദിയല്ല വിശുദ്ധ കുർബാന. വ്യക്തിപരമായ ദേഷ്യം ഒരു സ്ഥലത്തും നമ്മൾ തീർക്കേണ്ട കാര്യമില്ല. പക്ഷെ കുർബാനയിൽ ഒട്ടും പാടില്ല. അപ്പൊ മാർപ്പാപ്പയുടെ ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ടോ, മേജർ ആർച്ച് ബിഷപ്പിന്റെ ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ടോ, മെത്രാപ്പൊലിത്തയോടോ മെത്രാനോടോ ദേഷ്യമുണ്ടെന്ന് കരുതിയോ പേര് വിട്ടുകളഞ്ഞാൽ നമ്മൾ സ്ലീഹന്മാരെ പിന്തുടർച്ചിലായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കുർബാനയുടെ കൗതാശിക മൂല്യത്തിന് ക്ഷതം സംഭവിക്കും. ഇതറിയാതെ പങ്കെടുത്തവര് അവർക്ക് പാപം ഉണ്ടാകില്ല, പക്ഷെ ഈ വൈദികന് പാപം ഉണ്ടാകും. അപ്പോൾ നാം ഒന്നുകൂടി പറയാണ്, സ്ലീഹന്മാരെ പിന്തുടർച്ചയിലായിരുന്നു കൊണ്ട് തങ്ങൾ ഉച്ചരിക്കുന്ന പരിശുദ്ധ വചനത്തെ ക്രിസ്തുവിന്റെ ശരീരവുമായി സംയോജിപ്പിക്കുന്ന, അതായത് വചനത്തെ ഈ അപ്പവുമായിട്ട് സംയോജിപ്പിക്കുമ്പോഴാണ് ക്രിസ്തുവിന് ശരീരമായി മാറണമെന്നാണ് അദ്ദേഹം പറയണേ. വചനത്തെ അപ്പത്തിലേക്ക് സംയോജിപ്പിക്കുകയാണ്. അത് ഉപയോഗിച്ച വാക്ക്, ഈ സംയോജിപ്പിക്കുന്നതിന് ഉപയോഗിച്ച വാക്ക് കോൺഫെക്ട് എന്നാണ്. കൺഫെക്ഷൻ എന്ന് നമ്മൾ പറയും. CONFECT, കോൺഫെക്ട്. നമ്മൾ മുട്ടായിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ചോക്ലേറ്റ് അതിന് ചേരുവകൾ സംയോജിപ്പിക്കില്ലേ, അതിന് ഉപയോഗിക്കുന്ന വാക്കാ കോൺഫെക്ഷൻ. എന്നതിന് മിഠായി എന്നൊരു അർത്ഥം ഉണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ കോൺഫെക്ട് എന്ന് പറഞ്ഞാൽ വചനത്തെ അപ്പത്തിലേക്ക് സംയോജിപ്പിച്ച് അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറുകയാണ്. വചനത്തെ അപ്പവുമായിട്ട് സംയോജിപ്പിക്കുകയാണ്. ഗംഭീരമായ വാക്കല്ലേ അത്, കോൺഫെക്ട്. കമന്ററീസ് ഓൺ എഫേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനയുണ്ട്. അതിൽ 1:1-7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ 2 തരത്തിൽ മനസ്സിലാക്കാം. എന്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എന്നും, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല എന്നും അവൻ തന്നെ പറഞ്ഞതിനാൽ, ക്രിസ്തു തന്നെ പറഞ്ഞതിനാൽ അതിനെ, അപ്പത്തെ ആത്മീയവും ദൈവികമായ വിധത്തിൽ മനസ്സിലാക്കാം. ആത്മീയവും ദൈവികവുമായിട്ട്. വ്യാഖ്യാനം ഞാൻ പിന്നെ തരാം. ഒരു വാചകം കൂടി അദ്ദേഹം പറയാണ്: അല്ലെങ്കിൽ പട്ടാളക്കാരന്റെ കുത്തേറ്റ് ചിതറിക്കപ്പെട്ട ക്രൂശിതന്റെ മാംസവും രക്തവുമായി അതിന് മനസ്സിലാക്കാം. 2 തരത്തിൽ മനസ്സിലാക്കാന്ന് പറഞ്ഞല്ലോ. ഒന്ന്, 2 തരത്തിൽ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ 2 തരത്തിൽ മനസ്സിലാക്കാം. എന്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എന്നും, എന്റെ മാംസം ഭക്ഷിക്കും എന്റെ രക്തം കുടിക്കും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ജീവനില്ല എന്നും ക്രിസ്തു തന്നെ പറഞ്ഞതിനാൽ ആ അപ്പത്തെ ആത്മീയവും ദൈവികമായ വിധത്തിൽ ഗ്രഹിക്കാം. ഇല്ലെങ്കിൽ പട്ടാളക്കാരന്റെ കുത്തേറ്റ് ചിതറിക്കപ്പെട്ട ക്രൂശിതന്റെ മാംസവും രക്തവുമായി മനസ്സിലാക്കാം. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. നമുക്ക് എന്നാലും ഒന്നുകൂടി വെളിപ്പെടാം. ഈ പട്ടാളക്കാരന്റെ കുത്തേറ്റ് ചിതറിക്കപ്പെട്ട ക്രൂശിതന്റെ മാംസവും രക്തവും, അത് ഭൗതികമായ മാംസവും രക്തമാണ്. മെറ്റീരിയൽ. അതല്ല വിശുദ്ധ കുർബാന. അങ്ങനെ മനസ്സിലാക്കാം, പക്ഷെ അതല്ല അത്. അങ്ങനെ ക്രൂശിക്കപ്പെട്ടവനാണ്, അവന്റെ മാംസം ചിതറിക്കപ്പെട്ടു, രക്തം ചിതറിക്കപ്പെട്ടു, അവൻ തന്നെയാണ്. പക്ഷെ അതല്ല വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്താണ്? എന്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എന്ന് വെച്ചാൽ എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. അതായത് പച്ചമാംസം ഭക്ഷിക്കണം, പച്ചരക്തം കുടിക്കണം എന്നൊന്നല്ല കർത്താവ് പറഞ്ഞത്. ചുരുക്കത്തില് അദ്ദേഹം പറയാണ്, ഇത് ആത്മീയ അപ്പമാണ്, ദൈവികമായ അപ്പമാണ്. എന്താണ് ഈ ആത്മീയ അപ്പം, ദൈവികമായ അപ്പം എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ തിരുവുത്ഥാനമില്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ല. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ല. അവനെ സ്ഥാപിക്കാനും പറ്റില്ല, ചൊല്ലാനും പറ്റില്ല, നമുക്കും ചൊല്ലാൻ പറ്റില്ല. അപ്പോൾ
ക്രിസ്തു മരിച്ചവെന്ന് ഉയർപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയുള്ളത് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആത്മീയപ്പമായിരിക്കുന്നത്. ആത്മീയപ്പത്തെക്കുറിച്ച് ഇച്ചിരി കഴിഞ്ഞിട്ട് ഇച്ചിരി വിശദീകരിച്ച് പറയാം. ഈ വിശുദ്ധ കുർബാന, ഇത് ഈ അപ്പവും വീഞ്ഞും, അത് ആത്മീയപ്പമായിരിക്കുന്നതും ദൈവിക അപ്പമായിരിക്കുന്നതും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. അവൻ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തത് കൊണ്ടാണ് നമുക്ക് അവന്റെ ശരീരം രക്തം നൽകാനായിട്ട് നൽകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കഴിയില്ല. അപ്പോൾ എന്റെ മാംസം യഥാർത്ഥ ഭക്ഷണം, എന്റെ രക്തം യഥാർത്ഥ പാനീയം എന്ന് പറയുമ്പോൾ അത് ദൈവിക പാനീയമാണ്, ആത്മീയ പാനീയമാണ്. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല എന്ന് പറയുമ്പോഴും ഉദ്ദേശിക്കുന്നത് ആത്മീയമാണ്, ദൈവികമാണ്. ക്രൂശിൽ വെച്ച് ചിതറിക്കപ്പെട്ട ശരീരവും രക്തവും അല്ല ഇത്. ഭൗതിക ശരീരവും രക്തവും അല്ല ഇത്. ആ രക്തത്തിലും ശരീരത്തിൽ ജീവിച്ചിരുന്നവൻ തന്നെ. പക്ഷെ ആ ശരീരവും രക്തവും ആ മോഡിലല്ല നമുക്ക് തരുന്നത്. അവൻ ശരീരത്തോടെ, ആത്മീയ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു. ആ ആത്മീയ ദൈവിക ശരീരമാണ് വിശുദ്ധ കുർബാനയിലെ അപ്പം. ആത്മീയ എന്ന് പറഞ്ഞാല് എനിക്ക് ആത്മാവുണ്ട്, ശരീരമുണ്ട് എന്ന് പറയുന്നത് ആ ആത്മീയമല്ല. ഇവിടെ ആത്മീയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ തലത്തിലുള്ളത്, ഓൺ ദ ലെവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് യോഹന്നാൻ 6:63 പറഞ്ഞ തന്നെ കാര്യം. കർത്താവ് ആത്മാവായിട്ടാണ് നമ്മിലേക്ക് വരുന്നത്, പരിശുദ്ധാത്മാവായിട്ടാണ് നമ്മിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ആത്മീയ അപ്പമാണെന്ന് പറഞ്ഞാൽ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഓൺ ദ ലെവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ റൂഹായുടെ തലത്തിലുള്ള അപ്പം. സ്വാഭാവിക തലത്തിലല്ല, പരിശുദ്ധ റൂഹായുടെ തലത്തില്. ഇത് ദൈവിക അപ്പമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തലത്തില്. ഇന്നലെ നമ്മൾ മിലാനിലെ അംബ്രോസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ശരീരത്തിന് ആത്മീയ ശരീരമായിരിക്കാനല്ലേ പറ്റൂ. ദൈവം ആത്മാവാണ്, ഗോഡ് ഈസ് സ്പിരിറ്റ്. അതുകൊണ്ട് അവന്റെ ശരീരത്തിന് സ്പിരിച്വൽ ബോഡി ആയിരിക്കാനേ പറ്റൂ. അക്കാര്യം തന്നെയാണ് വേറൊരു വാക്കുകളിൽ വിശുദ്ധ ജെറോം പറയുന്നത്. ചുരുക്കത്തില് ഇത് ആത്മീയ അപ്പമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ തലത്തിലുള്ള അപ്പം, ഇത് ദൈവിക അപ്പമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തലത്തിലുള്ള അപ്പം. അതുകൊണ്ട് തന്നെ അത് അവന്റെ തന്നെ പ്രാണനാണ്, അവന്റെ തന്നെ ജീവനാണ്, അവൻ തന്നെയാണ്. ഇതാണ് കാസയിൽ വീഞ്ഞെന്ന് പറഞ്ഞാലും. ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ. ഇത് എന്റെ രക്തം എന്ന് പറഞ്ഞാൽ ഇതെന്റെ പ്രാണനാണ്, ഇതെന്റെ ജീവനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണത്? അപ്പവും വചനവുമായിട്ട് സംയോജിപ്പിക്കപ്പെട്ടു. ആ സംയോജിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുരോഹിതൻ, ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ സംയോജിപ്പിക്കൽ നടക്കുന്നത്. അതായത് വചനവും അപ്പം തമ്മിൽ സംയോജിപ്പിക്കപ്പെടുമ്പോഴാണ് അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നത്. ഗംഭീരല്ലേ വ്യാഖ്യാനം? ഇത് നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ധ്യാനിക്കണം. നോട്ട് കുറിച്ചൊക്കെ വേണം പോകാൻ. എന്നിട്ട് പള്ളിയിലേക്ക് കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഈ നോട്ടൊന്ന് വായിച്ചു നോക്കുക. ഇതാണല്ലോ, ഗംഭീരാണല്ലോ. അങ്ങനെ ഓരോ വിശുദ്ധനെ കുറിച്ചും നമ്മൾ ചിന്തിക്കുന്ന സഭാപിതാക്കന്മാര് അത് ഒന്ന് എഴുതി കൊണ്ടുപോകുക. എന്ന് കൊണ്ടുപോയിട്ട് കുർബാന സ്വീകരണം എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇത് വായിച്ചു നോക്കുക. ചെറിയ ഒരു 5-6 മിനിറ്റല്ലേ എടുക്കുള്ളൂ. എന്നിട്ട് കർത്താവ് നന്ദി പറഞ്ഞ്, ഇതാണല്ലോ ഞാൻ ഇപ്പൊ സംഭവിച്ചത് എന്ന് പറഞ്ഞ് കർത്താവ് നന്ദി പറഞ്ഞ് പോരുക. അങ്ങനെ നമുക്ക് ഇതിനെയാണ് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണേ. ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി അത് അനേകം നൊവേനകൾ ചൊല്ലുന്നതിനേക്കാളും അനേകായിരം കൊന്തകൾ ചൊല്ലുന്നതിനേക്കാളും ക്ഷേമമായിരിക്കും. അതൊന്നും വേണ്ടെന്നല്ലാട്ടോ ഞാൻ പറയണേ, പക്ഷെ അതിനേക്കാൾ ക്ഷേമമായിരിക്കും ഇത്. അങ്ങനെയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 34. വിശുദ്ധ ജെറോം 347 ജനിക്കുകയും 420 മരിക്കുകയും ചെയ്ത വിശുദ്ധ ജെറോം. എവ്സേബിയൂസ് സൊഫ്രോണിയോസ് ഹീറേനീമുസ് എന്നാണ് മുഴുവൻ പേര്. പുരോഹിതൻ, വിശ്വാസ പ്രഘോഷകൻ, വേദശാസ്ത്രി, പരിഭാഷകൻ, ലത്തീൻ വുൾഗാത്ത. ഇപ്പോഴും സഭയുടെ ഔദ്യോഗിക ബൈബിള് ലത്തീൻ വുൾഗാത്തയാണ്. അതൊക്കെ തർജ്ജമ ചെയ്തത് ഈ വിശുദ്ധ ജെറോമാണ്. കമന്ററീസ് ഓൺ മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിൽ 4:26-26 ലിറ്റർജിയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വീക്ഷണമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് ഒന്ന് വായിക്കാം. എന്നിട്ട് അതിലത്തെ ഒരു കാര്യം ഒന്ന് എന്റെ അഭിപ്രായം ഒന്ന് പറയാം. തന്റെ സ്ലീഹന്മാരോടൊപ്പം, വിശുദ്ധ ജെറോമിന്റെ വാക്കുകളാണ്, തന്റെ സ്ലീഹന്മാരോടൊപ്പം കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കുകയും പെസഹായുടെ ആഘോഷം പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ യേശു വരാനിരുന്നതിന്റെ ഒരു രൂപം, ഒരു ടൈപ്പ്, ഒരു പൂർവ്വരൂപം
നിവൃത്തിയാക്കുകയായിരുന്നു. അതിനുശേഷം, അതായത് ആ പൂർവ്വരൂപം പൂർത്തിയാക്കിയതിനു ശേഷം അവൻ യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടക്കുന്നു. അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതനായ മെൽക്കിസദേക്കിനെ പോലെ അപ്പവും വീഞ്ഞുമാണ് അവൻ കാഴ്ചയായി എടുക്കുന്നത്. എന്നിട്ട് അവയിൽ തന്നെ തന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സാദൃശ്യത്തിൽ, ശരീരത്തിന്റെ രക്തത്തിന്റെയും യാഥാർത്ഥ്യത്തിൽ ആവിഷ്കരിക്കുന്നു. നമുക്ക് ഈ ഇതിലത്തെ അവൻ യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടക്കുന്നു. യഥാർത്ഥ പെസഹായുടെ കൂദാശ. അപ്പൊ അതിനു മുമ്പ് യഹൂദരുടെ പെസഹ ആചരിച്ചു എന്നാണ് വിശുദ്ധ ജെറോം പറയുന്നത്. ഈ യഹൂദരുടെ പെസഹായുടെ ചില ഘടകങ്ങളുണ്ട്, ചില ഘടകങ്ങളില്ല. അതുകൊണ്ട് യേശു ഭക്ഷിച്ചത് പെസഹ ഭക്ഷണമാണോ എന്ന് വലിയ തർക്കങ്ങളൊക്കെയുണ്ട്. അതിന് കൃത്യമായ ഉത്തരവൊന്നും പലരും നൽകിയിട്ടില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു ഉത്തരം നൽകിയിരിക്കുന്നത് ജോൺ പി മേയർ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അത് ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ആ ജോൺ പി മേയറിന്റെ നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കി ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നതാണ്, അത് പെസഹയായിരുന്നു, പക്ഷെ യഹൂദരുടെ പെസഹയല്ല, യേശുവിന്റെ തനതു പെസഹ, യുണീക്ക്, അതുല്യമായ പെസഹ, യേശുവിന്റെ അതുല്യമായ പെസഹ. അപ്പോ വിശുദ്ധ ജെറോം പറയുന്നത് ഈ യഹൂദ പെസഹ എന്ന് പറയുന്നത് ഒരു ടൈപ്പായിരുന്നു. അത് ഈ വരാനിരുന്നതിന്റെ ഒരു പൂർവ്വരൂപം. അത് കർത്താവ് അനുഷ്ഠിച്ചു. തന്റെ സ്ലീഹന്മാരോടൊപ്പം കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കുകയും പെസഹയുടെ ആഘോഷം പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ വരാനിരുന്നതിന്റെ പൂർവ്വരൂപമായ പഴയ നിയമത്തിലെ പെസഹ അവൻ പൂർത്തിയാക്കി. പഴയ നിയമത്തിൽ പൂർത്തിയാക്കി. അതിനുശേഷം, അത് പൂർത്തിയാക്കിയതിനു ശേഷം, പഴയ നിയമത്തിലെ പെസഹ പൂർത്തിയാക്കിയതിനു ശേഷം, പൂർവ്വരൂപം പൂർത്തിയാക്കിയതിനു ശേഷം അവൻ യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടന്നു. യഥാർത്ഥ പെസഹായുടെ കൂദാശയിലേക്ക് കടന്നു. യഥാർത്ഥ കടന്നുപോക്ക്, അത് സ്വർഗത്തിലേക്കുള്ള കടന്നുപോക്കാണ്. ആ കൂദാശയിലേക്ക് അവൻ കടക്കുകയാണ്. എങ്ങനെയാണ് അവൻ കടന്നത്? അതിനുമുമ്പ് കൂദാശ എന്ന വാക്ക്, കൂദാശ എന്ന് പറഞ്ഞാല് അദൃശ്യമായ യാഥാർത്ഥ്യത്തെ ദൃശ്യമാക്കുന്ന അടയാളം. അദൃശ്യമായ യാഥാർത്ഥ്യത്തെ ദൃശ്യമാക്കുന്ന അടയാളം, ബാഹ്യമായ അടയാളം, പക്ഷെ അതിന്റെ ഉള്ളില് ഒരു അദൃശ്യമായ യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടയാളം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ കുഞ്ഞിനോട് ഐ ലവ് യു എന്ന് പറയുകയാണ് ചെയ്യുന്നത്? അല്ല, നമ്മൾ കുഞ്ഞിനെ എടുത്ത് ഇല്ലേ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് തെരുതരാ ചുംബിക്കും. ചുംബനം സ്നേഹമാണോ? യൂദാസ് ചുംബനം കൊണ്ടാണ് ഒറ്റിക്കൊടുത്തത്. അപ്പൊ ചുംബനം അതിൽ തന്നെ സ്നേഹമല്ല. ഒറ്റിക്കെറുക്കാനായും ചുംബിക്കാം. ചിലര് ചിരിച്ചിട്ട് കത്തിക്കയറ്റും പിന്നിക്കോടെ, ഇല്ലേ? ചിരി ഇല്ലേ സ്വാഗതം ചെയ്യുന്നതിന്റെ ഒരു പ്രതീകമാണോ? അല്ല, അത് ചിരി സ്വാഗതം ചെയ്യുന്നതാകാം, കൊല്ലാനുള്ള ചിരി ഉണ്ടാക്കാം, കൊലച്ചിരി ആകാം. അപ്പോൾ ഈ ചുംബനം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ആകാം, ഒറ്റിക്കൊടുക്കലിന്റെ ആകാം. സ്നേഹത്തിന്റെ ആണെങ്കിൽ ചുംബനം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. ആ ചുംബിക്കുമ്പോഴാണ് കുഞ്ഞ് മനസ്സിലാക്കുന്നത് അമ്മ എന്നെ സ്നേഹിക്കുന്നു, അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. ആ ചുംബനത്തിലാണ്. അപ്പൊ ചുംബനം ഭാഗ്യമായ അടയാളമാണ്, പക്ഷെ ചുംബനം തന്നെ സ്നേഹമായിട്ട് മാറുകയാണ്. അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. ഇതിനാണ് സജീവ അടയാളം എന്ന് പറയുന്നത്. പലതരം അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ 4 തരം അടയാളങ്ങളുണ്ട്. നമുക്ക് അതിലേക്കൊന്നും ഇപ്പൊ കടക്കേണ്ട കാര്യമില്ല. സജീവമായ അടയാളം എന്ന് പറഞ്ഞാൽ അടയാളം തന്നെ യാഥാർത്ഥ്യമായിട്ട് മാറും. കുർബാന സംഭവിക്കുന്നതാണ്. അതാണ് കൂദാശ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂദാശ എന്നും വ്യാഖ്യാനിക്കാം. പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂദാശ. കാദോഷവാക്യൻ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ജീവന്റെ നാഥനായ ദൈവം അപ്പമെടുത്ത് തന്റെ ജീവൻ, നിത്യജീവൻ, ദൈവിക ജീവൻ അതിൽ നിക്ഷേപിക്കുന്നു. വീഞ്ഞെടുത്ത്, കാസയെടുത്ത് അതിൽ തന്റെ പ്രാണൻ നിക്ഷേപിക്കുന്നു, ദൈവം തന്നെയായ യേശു. എന്നിട്ട് അവൻ ഉത്ഥാനത്തിന് ശേഷം അത് അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കൽപ്പിക്കുന്നുണ്ട്. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? അവന്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും സ്ലീഹന്മാരിലേക്ക് പകരുന്നു. അതിനവൻ കഴിഞ്ഞത് അവൻ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായതുകൊണ്ടാണ്. മെൽക്കിസെദെക്ക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റൂഹായുടെ ഒരു പൂർവ്വരൂപമാണ്. പഴയ നിയമത്തിൽ മെൽക്കിസെദെക്ക് എന്നും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പാരക്ലേത്ത എന്നും പറയുന്നു. അപ്പൊ പരിശുദ്ധ റൂഹായുടെ ഒരു പൂർവ്വരൂപമാണ് മെൽക്കിസെദെക്ക്. ആ പരിശുദ്ധ റൂഹായുടെ ക്രമത്തിലുള്ള പുരോഹിതനാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ തന്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും സ്ലീഹന്മാരിലേക്ക് കൈമാറി അവർക്ക്, ഈ സ്ലീഹന്മാർക്ക് തന്റെ പൗരോഹിത്യത്തിൽ പങ്കുകൊടുക്കുന്നു. നിങ്ങൾ ഇന്നലെയൊക്കെ ശ്രദ്ധിച്ചു കാണും, എന്റെ വീഡിയോയുടെ താഴെ ഒരാള്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല,
അനേക പ്രാവശ്യം ഒരേ കമന്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യേശുവിന് ഏക പൗരോഹിത്യമായതിനാൽ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഏതൊരു പെന്തക്കോസ്ത് പാസ്റ്ററോ മറ്റോ ആയിരിക്കണം. യേശുവിന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് കത്തോലിക്ക സഭ ഒരു ഘട്ടത്തിലും പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, യേശു ക്രിസ്തു. മറ്റുള്ളവര് നമ്മൾ വൈദികരെന്നോ പുരോഹിതന്മാരെ വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകരാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയില് അച്ഛന്മാരുടെ പട്ടത്തെ വിളിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യമെന്നാണ്. ശുശ്രൂഷകരാണ്. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. യേശുവിന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് കത്തോലിക്ക സഭ ഒരു ഘട്ടത്തിലും പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. ആ പുരോഹിതൻ അവന്റെ പൗരോഹിത്യത്തിലേക്ക് ഈ ശ്ലീഹന്മാരെ എടുത്തു വെക്കുകയാണ്. അവന്റെ പൗരോഹിത്യം കൈമാറുകയല്ല. സ്രഷ്ടാവ് ഒന്നല്ലുള്ളൂ, ദൈവമല്ലേ സ്രഷ്ടാവ്. പക്ഷെ മാതാപിതാക്കൾ അവന്റെ സൃഷ്ടികർമ്മത്തിലേക്ക് എടുത്തു വെക്കുകയല്ലേ. അപ്പോൾ ഇന്ന് മക്കൾ ജനിപ്പിക്കുന്നത് മാനസിക മാതാപിതാക്കളാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കെടുപ്പിക്കുകയാണ്. സ്രഷ്ടാവ് തന്റെ സൃഷ്ടികർമ്മം സർഗശക്തി കൈമാറിയോ? പൂർണ്ണമായും കൈമാറിയോ? ഇല്ല. ഇപ്പോഴും ദൈവം വിചാരിക്കണം സൃഷ്ടി നടക്കണമെങ്കിൽ. മനുഷ്യർ വിചാരിക്കുമ്പോൾ എന്റെ ശക്തി കൊണ്ടൊക്കെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളുണ്ടാവേണ്ടതല്ലേ? നമ്മൾ വിചാരിച്ചാൽ മതിയോ? പോരല്ലോ. അപ്പൊ ദൈവം തന്നെ വിചാരിക്കണം. ചുരുക്കത്തില് ഒരൊറ്റ സ്രഷ്ടാവ്, പക്ഷെ ആ സ്രഷ്ടാവിന്റെ സർഗശക്തിയിലേക്ക് മാതാപിതാക്കളെ പ്രവേശിപ്പിക്കുന്നത് പോലെ ഒരൊറ്റ മഹാപുരോഹിതൻ, മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ അവന്റെ പൗരോഹിത്യത്തിലേക്ക് സ്ലീഹന്മാരെ പ്രവേശിപ്പിക്കുകയാണ്. അതെങ്ങനെ? അവന്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും അവൽ നിക്ഷേപിച്ചുകൊണ്ട്. അപ്പോൾ തന്റെ പൗരോഹിത്യം കൈമാറാതെ തന്നെ തന്റെ പൗരോഹിത്യത്തിലേക്ക് സ്ലീഹന്മാരെ എടുത്തു വെക്കുകയാണ്. അങ്ങനെയാണ് അവർക്ക് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്ക് പാലിക്കാൻ പറ്റുന്നത്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റുന്നത്. അത് കർത്താവ് അവരെ തന്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാക്കിയത് കൊണ്ടാണ്, അല്ലാതെ പൗരോഹിത്യം കൈമാറിയത് കൊണ്ടല്ല. ചുരുക്കത്തില് ഈ യഥാർത്ഥ പെസഹയുടെ കൂദാശ എന്ന വാക്കിലും മെൽക്കിസെദെക്കിനെ പോലെ പുരോഹിതനായ യേശു അപ്പവും വീഞ്ഞുമാണ് കാഴ്ചയിൽ എടുക്കുന്നതെന്നും അതിൽ തന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും യാഥാർത്ഥ്യം ആവിഷ്കരിക്കുന്നുവെന്നും അത് മെൽക്കിസെദെക്കിന്റെ പ്രകാരമായതിനാൽ അത് ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. മെൽക്കിസെദെക്കാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത്. പിന്നെ യേശുക്രിസ്തുവാണ്. രണ്ടുപേരും ചെയ്ത് ഒരേ സ്ഥലത്തുമാണ്. അബ്രഹാം മെൽക്കിസെദെക്കിനെ കണ്ടുപിട്ടി അതേ സ്ഥലത്താണ് പിന്നീട് ഈ കർത്താവ് കുർബാന സ്ഥാപിച്ച ആ ഊട്ടുമുറി, ആ പ്രാർത്ഥനാ ഹാള്. ചുരുക്കത്തില് യഥാർത്ഥ പെസഹയുടെ കൂദാശയിലേക്ക് യേശു കടക്കുന്നുവെന്നും മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരത്തിലായതുകൊണ്ടാണ് അവൻ അപ്പവും വീഞ്ഞും എടുത്ത് ഇങ്ങനെ ചെയ്തതെന്നും അങ്ങനെ ആയതുകൊണ്ടാണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ സജീവ വചനവും ജീവനുള്ള റൂഹായും സ്ലീഹന്മാരിലേക്ക് നിക്ഷേപിച്ച് അവരെ തന്റെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിച്ചതെന്നുമാണ് വിശുദ്ധ ജെറോം പറയുന്നത്. അല്ലാതെ യേശുക്രിസ്തു തന്റെ പൗരോഹിത്യം കൈമാറി എന്നല്ല. അത് പെന്തക്കോസ്തകാരുടെ വ്യാഖ്യാനമാണ്, കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനമല്ല. നമുക്ക് മനസ്സിലായി എന്താണ് ഈ കുർബാന നടക്കുന്നതെന്ന്. ഈ യഥാർത്ഥ പെസഹയുടെ കൂദാശ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ കുറച്ചുകൂടി. ഇത് പല പ്രാവശ്യം ധ്യാനിക്കുക, അങ്ങനെ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 35. ഇന്ന് നമ്മൾ വിശുദ്ധ ആഗസ്തീനോസ് ലിറ്റർജിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സെർമൺസ് 234:2 എന്ന അദ്ദേഹത്തിന്റെ രചനയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. വിശുദ്ധ ആഗസ്തീനോസ് അദ്ദേഹം ജനിച്ചത് 354, ക്രിസ്തുവർഷം 354, മരിച്ചത് 430. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഔറേലിയൂസ് അഗസ്തീനോസ് എന്നാണ്. ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ പറയാം. സെർമൺസ് 234:2. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരുന്നവർ അപ്പം മുറിക്കലിൽ തന്നെ തിരിച്ചറിയണമെന്ന് കർത്താവായ യേശു തീരുമാനിച്ചു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ സംഭവത്തിലേക്ക് ലൂക്കാസിന്റെ സുവിശേഷം 24, 16, 30, 35 അതിലേക്ക് സൂചന നൽകി പറയാണ്. അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരുന്നവർ വചനം പങ്കുവെക്കുമ്പോൾ അപ്പം മുറിക്കലിൽ തന്നെ തിരിച്ചറിയണമെന്ന് കർത്താവായ യേശു തീരുമാനിച്ചു. ഞാൻ എന്താണ് പറയുന്നതെന്ന് വിശ്വാസികൾക്ക് മനസ്സിലാകും. ആഗസ്തീനോസ് പറയാണ്, അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞത് അപ്പം മുറിക്കലിലാണ്. വചനം പങ്കുവെച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു, ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പം മുറിക്കലിലാണ്
അവർ യേശുവിനെ തിരിച്ചറിഞ്ഞത്. എങ്കിലും എല്ലാ അപ്പത്തിലും അവനില്ല. അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അപ്പമല്ല. യഹൂദരുടെ അപ്പം മുറിക്കലാണ് എന്ന് പറഞ്ഞിട്ട് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അതല്ല. ആ അപ്പം മുറിക്കുമ്പോൾ കർത്താവിനെ തിരിച്ചറിയോ? ക്രിസ്തുവിന്റെ ആശീർവാദം സ്വീകരിച്ച് ക്രിസ്തുവിന് ശരീരമായി മാറിയ അപ്പം മുറിക്കുമ്പോഴാണ് നാം യേശുവിനെ തിരിച്ചറിയുന്നത്. ക്രിസ്തുവിന്റെ ആശീർവാദം സ്വീകരിച്ച് ക്രിസ്തുവിന് ശരീരമായി മാറിയ അപ്പം മുറിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. ഗംഭീരായിട്ടില്ലേ? ഞാൻ മുമ്പ് ഒരിക്കൽ നമ്മുടെ ലിറ്റർജിയുടെ ക്ലാസ് ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ലിറ്റർജിയുടെ ബേസിക് സ്ട്രക്ചർ തന്നെ ഈശോ മിശിഹ നൽകിയതാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പലതും നൽകിയതിൽ ഒന്ന് ഇതായിരുന്നു, എമ്മാവസിലേക്ക് പോയിരുന്ന ശിഷ്യന്മാര്. അതായത് യെരൂസലേമിൽ നിന്നും എമ്മാവസിലേക്ക് പോകുകയാണ്. യെരൂസലേമിൽ നിന്നും എമ്മാവസിലേക്ക്. ഇതാണ് നമ്മൾ സുവിശേഷ പുസ്തകവുമായിട്ട് ബലിപീഠത്തിൽ നിന്നും ബേമയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് അത് വചനം പ്രഘോഷിക്കാൻ, ആ വചനപ്രഘോഷണം കഴിഞ്ഞിട്ട് വീണ്ടും മതബഹയിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വർഗീയ ജെറൂസലേമിലേക്ക്. അതെന്തിനാ? അനാഫറയ്ക്ക് വേണ്ടി. അപ്പോ വചന ശുശ്രൂഷ വഴിയിൽ വെച്ചും ബേമയിൽ വെച്ചും അനാഫറ ബലിവേദിയിൽ വെച്ചുമാണ്. ഇത് കർത്താവ് തന്നെ നൽകിയതാണ് എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക്. വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചു, അപ്പം മുറിക്കുമ്പോൾ തിരിച്ചറിഞ്ഞു. ആ അപ്പം എന്ന് പറയുന്നത് സാധാരണ അപ്പമാണോ? അല്ലല്ലോ. കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിന്റെ വചനം സ്വീകരിച്ച് കർത്താവിന്റെ തന്നെ ശരീരമായി മാറിയ അപ്പം അത് മുറിച്ചപ്പോഴാണ് ഈ ബലിയിലും ഉത്ഥാനത്തിലൊക്കെ സംഭവിച്ചത് അവർ തിരിച്ചറിയുന്നത്. ഇതാണ് ആഗസ്തീനോസ് പറയുന്നത്. സെർമൺസ് 272 അദ്ദേഹം പറയാണ്, നാം കാണുന്നത് അപ്പവും കാസയുമാണ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് അതാണ് നമ്മുടെ കണ്ണുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മോട് പറയുന്നത് ആ അപ്പം ക്രിസ്തുവിന്റെ ശരീരവും ആ കാസല് വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തവുമാണെന്നാണ്. അപ്പൊ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന സംഗതിയുണ്ട്, വിശ്വാസ നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സംഗതിയുണ്ട്. നമുക്കിപ്പം നമ്മുടെ ജീവൻ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ജീവനില്ലേ? ജീവനുണ്ട്. നമ്മുടെ ആത്മാവിന് കാണാൻ പറ്റുമോ? ഇല്ല. ആത്മാവില്ലേ? ഉണ്ട്. വിശ്വാസികളല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞ ജീവനുണ്ട്. ജീവൻ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ജീവനുണ്ട്. അപ്പോ നമുക്ക് ദൃശ്യവും അദൃശ്യവുമായ ഘടകമുണ്ട്. നമ്മില് ദൃശ്യവും അദൃശ്യമായ ഘടകമുണ്ട്. നമ്മുടെ മനസ്സ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മനസ്സില്ലേ? ഉണ്ട്. അപ്പം നമുക്ക് ദൃശ്യ ഘടകമുണ്ട്, അദൃശ്യ ഘടകമുണ്ട്. ദൃശ്യ ഘടകമാണ് ഇല്ലേ കാണുമ്പോൾ, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അത് അപ്പവും കാസയുമാണ്. എന്നാൽ നമ്മുടെ ആന്തരിക നേത്രം കൊണ്ട്, അതായത് വിശ്വാസ നേത്രം കൊണ്ട് നോക്കുമ്പോഴോ അത് കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ തിരുരക്തവുമാണ്. അതായത് വിശ്വാസത്തിന് കണ്ണില്ലെങ്കിൽ ഇത് രണ്ടിനും അർത്ഥമില്ല. അപ്പൊ ഈ പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും ഒക്കെ എന്തുകൊണ്ടാണ് ഈ കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും തിരിച്ചറിയാൻ കഴിയാത്തത്? അവർ വലിയ വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നേ, പക്ഷെ അവർക്ക് ഇത് കാണാനുള്ള വിശ്വാസം ഇല്ല. ഇത് ഗംഭീരമായ അത്യഗാധമായ വിശ്വാസമുണ്ടെങ്കിലേ കുർബാന അംഗീകരിക്കാൻ പറ്റൂ, സ്വീകരിക്കാൻ പറ്റൂ. ആ വിശ്വാസത്തിലെ ദൗർബല്യമാണ് അവരുടേത്. അവർക്ക് കണ്ണുകൊണ്ട് കാണുന്നേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ഒരു അത്ഭുതം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ വരദാനം അവർ വിചാരിച്ചിരിക്കണേ. പരിശുദ്ധാത്മാവാകുന്ന ദാനത്തെ കാണാൻ പറ്റില്ലെന്ന കാര്യം അവർക്കറിയില്ല. അത്ഭുതം ഉണ്ടാകുക, ദർശനം ഉണ്ടാകുക, അല്ലെങ്കിൽ ഭാഷ വരുത്താതെ പ്രാർത്ഥിക്കുക, ഇതിനെയെല്ലാമാണ് അവര് ദൃശ്യമായി കാണുന്നതിനെയാണ് അവര് അംഗീകരിക്കുന്നുള്ളൂ. അദൃശ്യമായ സംഗതികളെ അവർ അംഗീകരിക്കുന്നില്ല, വിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. സാംസ് 33:1-10 ആഗസ്തീനോസ് ഇങ്ങനെ പറയുന്നു, സ്വന്തം കൈകളിൽ തന്റെ ജീവനെ തന്നെ വഹിച്ചവനാണ് ക്രിസ്തു. സ്വന്തം കൈകളിൽ തന്നെ ക്രിസ്തു വഹിച്ചു. ഗംഭീര വാക്കാണത്. സ്വന്തം കൈകളിൽ ക്രിസ്തു തന്നെ എടുത്തു. ക്രിസ്തു തന്നെ സ്വന്തം കൈകളിൽ എടുത്തു. ക്രിസ്തു സ്വന്തം കൈകളിൽ തന്നെ അങ്ങ് എടുത്തു, തന്നെ പൊക്കി. തന്റെ ശരീരത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു, അത് ഒരു അപ്പം എടുത്തിട്ട് അവൻ കൈകളെടുത്തിട്ട് പറയാണ്, ഇത് എന്റെ ശരീരം ആകുന്നു. അപ്പം കൈകളിലാണ്, എന്നിട്ട് പറയുന്നത് എന്റെ ശരീരമാണ്. വീഞ്ഞ് കാസ എടുത്തിട്ട് പറയാണ്, ഇത് എന്റെ രക്തമാണ്. തന്നെ അവൻ തന്റെ കൈകളിൽ എടുത്തിട്ട് അതവന് കഴിഞ്ഞത് അവൻ ദൈവമായത് കൊണ്ടാണ്. തന്നെ തന്റെ ശരീരത്തെയും രക്തത്തെയും തന്റെ കൈകളിൽ എടുത്തിട്ട് അവൻ പറയാണ്, ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തമാണ്. ഇത് ക്രിസ്തുവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. തന്നെ ശരീരത്തെ തന്റെ കൈകളിൽ എടുക്കുക, തന്നെ ജീവനെ തന്റെ കൈകളിൽ എടുക്കുക, എന്നിട്ട് പറയും ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ ജീവനാണ്. അങ്ങനെ അവൻ പറഞ്ഞു. തന്റെ ശരീരത്തെ അവൻ കൈകളിൽ വഹിച്ചു, തന്റെ പ്രാണനെ അവൻ കൈകളിൽ വഹിച്ചു. ഇത് ദൈവത്തിന് മാത്രം കഴിയുന്നതാണ്, ക്രിസ്തുവിന് മാത്രം കഴിയുന്നതാണ്.
അതാണ് സംഭവിച്ചത് കുർബാനയെ സ്ഥാപിച്ചപ്പോൾ. എന്തെന്നാൽ സിറ്റി ഓഫ് ഗോഡ്, ദൈവനഗരം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയാണ് 10:20 എന്നാൽ ക്രിസ്തു തന്നെയാണ് പുരോഹിതൻ, അവൻ തന്നെയാണ് ബലിവസ്തു. അതിനാൽ അവൻ തന്നെ തന്നെയാണ് അർപ്പിക്കുന്നത്. ക്രിസ്തുവാണ് പുരോഹിതൻ, അവൻ തന്നെയാണ് ബലിവസ്തു. അപ്പൊ അവൻ തന്നെ തന്നെയാണല്ലോ അർപ്പിക്കുന്നത്. ഇതിന്റെ കൗദാശി അടയാളമായിരിക്കണം സഭയുടെ അനുദിന ബലിയെന്ന് അവനാണ് തീരുമാനിച്ചത്. ഇതിന്റെ കൗദാശി അടയാളമായിരിക്കും, അതായത് ക്രിസ്തു പുരോഹിതൻ, ക്രിസ്തുവിന്റെ ബലിവസ്തു, അവൻ തന്നെ അർപ്പിക്കുന്നു, അവൻ തന്നെ തന്നെ അർപ്പിക്കുന്നു. ഈ ബലിയുടെ കൗദാശി അടയാളമായിരിക്കണം സഭയുടെ അനുദിന ബലിയെന്ന് കർത്താവാണ് തീരുമാനിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. നമ്മൾ തീരുമാനിച്ചതല്ല, സഭ തീരുമാനിച്ചതല്ല, കത്തോലിക്ക സഭ ഉണ്ടാക്കിയതല്ല, ക്രിസ്തു തീരുമാനിച്ചതാണ്. തീർന്നില്ല. ക്രിസ്തുവാണ് തല, സഭയാണ് അവന്റെ ഉടല്. ക്രിസ്തുവാണ് തല, സഭയാണ് അവന്റെ ഉടല്. അപ്പോൾ ക്രിസ്തു തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അവനിലൂടെ സമർപ്പിക്കപ്പെടുന്നത് അവൾ തന്നെയാണ്, സഭ തന്നെയാണ്. ഗംഭീരല്ലത്? അതൊന്നുകൂടി കേട്ടോക്കി. ക്രിസ്തുവാണ് തല, സഭയാണ് ഉടല്. അപ്പോ സഭ ഈ അനുദിന ബലി അർപ്പിക്കുമ്പോൾ അവനിലൂടെ, തലയിലൂടെ തന്റെ ഉടല് തന്നെ സമർപ്പിക്കപ്പെടുകയല്ലേ, സഭ തന്നെ സമർപ്പിക്കപ്പെടുകയല്ലേ. അപ്പോൾ തലയാകുന്ന ക്രിസ്തുവിലൂടെ സഭ, ഉടലായ സഭ അവനിലൂടെ സമർപ്പിക്കുന്നത് തന്നെ തന്നെയാണ്, അവളെ തന്നെയാണ്, സഭ തന്നെയാണ് സമർപ്പിക്കപ്പെടുന്നത്. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ക്രിസ്തുവിന്റെ ശരീരത്തിന് 4 ചക്രവാളങ്ങൾ. ഞാനിപ്പം ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ, മുമ്പ് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവന്റെ ഭൗതിക ശരീരം BC 3 മുതൽ AD 33 വരെ അവനുണ്ടായിരുന്ന ഭൗതിക ശരീരം. AD 33 ഏപ്രിൽ മാസം 5-ാം തീയതി അവൻ ഉയർത്തെഴുന്നേറ്റു, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവനുണ്ടായ ഉത്തിത ശരീരം. പിന്നെ അവൻ ഓരോ മനുഷ്യനുമായിട്ടും ക്രിസ്ത്യാനിയുമായിട്ടും താതാത്മ്യപ്പെട്ടു. അതായത് മാമോദീസയിൽ നാം അവന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടു. അപ്പോൾ അത് ഭൗതിക ശരീരം, സഭ. പിന്നെ കൗദാശിക ശരീരം, സാക്രമെന്റൽ ബോഡി, കുർബാന. അപ്പോ അവന്റെ ഭൗതിക ശരീരം, ഉത്തിത ശരീരം, മൗതിക ശരീരം അല്ലെങ്കിൽ സഭാത്മക ശരീരം, സഭയാകുന്ന ശരീരം, പിന്നെ കൗദാശിക ശരീരം, വിശുദ്ധ കുർബാന. ഈ 4 കാര്യങ്ങളാണ് ആഗസ്തീനോസ് CP പറഞ്ഞ കാര്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തു തലയാണ്, സഭ അവന്റെ ഉടലാണ്. അപ്പൊ ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവനിലൂടെ സമർപ്പിക്കപ്പെടുന്നത് അവള് തന്നെയാണ്, സഭ തന്നെയാണ്. അപ്പോൾ സഭ എന്ന് പറയുന്ന മൗതിക ശരീരം കൗദാശിക ശരീരത്തിലേക്ക് എടുത്തു വെക്കപ്പെട്ട് അവന്റെ ഉത്തിത ശരീരമായി മാറുകയാണ്. അപ്പോൾ നമ്മിലേക്ക് വരുന്നത് പണ്ട് ഭൗതിക ശരീരത്തോടെ ജീവിച്ചിരുന്ന ക്രിസ്തു തന്നെയാണ്, ഒരേ ആള് തന്നെയാണ്. ഇതിനേക്കാൾ മനോഹരമായിട്ട് ലിറ്റർജിയെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം കേട്ടോ. ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോയെങ്കിലും 2, 3, 4, 5 പ്രാവശ്യം കേട്ടാലേ ആഴത്തിൽ മനസ്സിലാകൂ. നോട്ട് കുറിക്കണം, സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെ നമുക്ക് ലിറ്റർജിയിൽ കുറെ കൂടി സജീവമായി പങ്കെടുക്കാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 36. വിശുദ്ധ ആഗസ്തീനോസ് ലിറ്റർജിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വിശുദ്ധ ആഗസ്തീനോസ് 354 ജനിച്ചു, 430 മരിച്ചു. അദ്ദേഹം ക്വസ്റ്റ്യൻസ് ഓൺ ദ ഹെപ്റ്റാറ്റബുക്ക് എന്ന് പറയുന്ന രചനയിൽ 357 പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. പാപങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ മോചനം നൽകുന്ന പുതിയ ഉടമ്പടിയിലെ ഈ ഒരു ബലിയിലേക്ക് സൂചന നൽകുകയായിരുന്നു പഴയ നിയമത്തിൽ അനേകം മൃഗബലികൾ. അതിനാൽ ബലിയുടെ രക്തം കുടിക്കരുത് എന്ന വിലക്ക് ഇല്ലെന്ന് മാത്രമല്ല, ജീവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ രക്തം കുടിക്കണമെന്നാണ് കൽപ്പന. നിങ്ങളിത് വീണ്ടും കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സമയം കളയാതിരിക്കാൻ ആവർത്തിക്കുന്നില്ല. ഇതിൽ 3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. 1, മൃഗബലികൾ. എന്തിനാണ് ബലികൾ അർപ്പിച്ചിരുന്നത് പഴയ നിയമത്തില്? പല പ്രാവശ്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ചേർന്ന ആരാധന എന്ന് പറയുന്നത് ബലിയാണ്. പക്ഷെ പഴയ നിയമത്തില് അവർ മൃഗങ്ങളെയാണ് അർപ്പിച്ചിരുന്നത്. ആ മൃഗങ്ങളെ ബലി അർപ്പിച്ചപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഒരു കാര്യം അംഗീകരിക്കുകയാണ്, ദൈവത്തിന് ചേർന്ന ആരാധന ബലിയാണ്. പക്ഷെ അർപ്പിച്ചത് അപര്യാപ്തമായിരുന്നു. മൃഗങ്ങളെ അർപ്പിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ മൃഗങ്ങൾ ഇല്ലേ, കർത്താവ് ചോദിക്കുന്ന ലോകത്തിന് മൃഗങ്ങൾ മുഴുവൻ എന്റെ അല്ലേ, ഇതൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് എന്താ വേണ്ടത്? അനുസരണമാണ്. എന്താണ് ആ അനുസരണം എന്ന് പറയുന്നത്? ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ എല്ലാം തികഞ്ഞ അനുസരണം. അങ്ങനെയുള്ള അനുസരണം ഉണ്ടെങ്കിൽ ആ അനുസരണമാകുന്ന ബലിയിലൂടെ എല്ലാ മനുഷ്യരിലേക്കും കടന്നു ചെന്ന് അവർക്ക് അവർ ആഗ്രഹിക്കുന്ന നിത്യജീവൻ കൊടുക്കാം. ഞാൻ ഒന്നുകൂടി പറയാം.
ഈ ലോകത്തുള്ള മൃഗങ്ങൾ മുഴുവൻ എന്റെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കേണ്ട കാര്യമില്ലെന്ന് ദൈവം പറഞ്ഞു, പ്രവാചകന്മാരിലൂടെ പറഞ്ഞു. പക്ഷെ ബലിയാണ് ആരാധന. അപ്പൊ ഏത് ബലിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഈ മനുഷ്യന് മാത്രമാണ് ദൈവത്തോട് യെസ് എന്ന് പറയാനും നോ എന്ന് പറയാനും അധികാരമുള്ളൂ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ളൂ. അപ്പൊ സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ നിന്ന് യെസ് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന അതാണ് ബലി. പക്ഷെ ആ ബലി കൊടുക്കാൻ മനുഷ്യർക്കാർക്കും അങ്ങനെ ഒരു എല്ലാം തികഞ്ഞ അനുസരണം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം നിശ്ചയിച്ചതാണ്, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ ഒരുവൻ, അവൻ എല്ലാം തികഞ്ഞ അലംഘനീയമായ അനുസരണം കൊടുക്കുക. ആ അനുസരണത്തിന്മേൽ അവൻ എല്ലാം തികഞ്ഞ മനുഷ്യനായതുകൊണ്ടും ദൈവ മനുഷ്യനായ ആളായതുകൊണ്ടും എല്ലാ മനുഷ്യരിലേക്കും കടന്നു ചെല്ലാൻ കഴിയും. അങ്ങനെ എല്ലാ മനുഷ്യരിലും കടന്നു ചെന്ന് അവര് ആഗ്രഹിക്കുന്ന നിത്യജീവൻ കൊടുക്കുക. അതിനെയാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ഉടമ്പടിയിലെ ഏക ബലി, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ മനുഷ്യന്റെ ഏക ബലി, ആ ബലിയിലേക്ക് കൈ ചൂണ്ടുകയാണ് പഴയ നിയമത്തിലെ മൃഗബലികൾ. ഇതാണ് ആഗസ്തീനോസിന്റെ മനോഹരമായ ഭാഷ്യം. 2, പഴയ നിയമത്തിൽ പറഞ്ഞ രക്തം കുടിക്കാൻ പാടില്ലെന്നാണ്. കാരണം ജീവൻ അതിനകത്താണ് ഇരിക്കുന്നത്. പുതിയ നിയമത്തിൽ പറയുകയാണ് രക്തം കുടിക്കൂ. അപ്പോ പഴയ നിയമത്തിൽ മൃഗബലികൾ അർപ്പിച്ചപ്പോൾ പറഞ്ഞു രക്തം കുടിക്കരുത്, കാരണം രക്തത്തിലാണ് ജീവൻ. പുതിയ നിയമത്തിൽ പറയാണ് രക്തത്തിലാണ് ജീവൻ, അതുകൊണ്ട് കുടിക്കൂ. ഏത് ജീവൻ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. നമുക്കൊരു ചെടി എടുക്കുക, അതിന് ജീവനുണ്ട്, സസ്യജീവൻ. എങ്ങനെ മനസ്സിലായി? അത് വളരുന്നു. അടുത്തൊരു ജീവൻ എടുക്കുക, മൃഗജീവൻ, പട്ടിയോ പൂച്ചയോ, അവയ്ക്ക് സസ്യജീവനുണ്ട്, വളരുന്നു. പക്ഷെ സസ്യങ്ങൾക്കില്ലാത്തൊരു ജീവന്റെ ഘട്ടം മൃഗങ്ങൾക്കുണ്ട്. എന്താണത്? മൃഗജീവൻ, സഞ്ചരിക്കാം. അതിന്റെ അടയാളം എന്താണ്? ചലിക്കാൻ പറ്റും. അടുത്ത ജീവൻ എടുക്കുക, മനുഷ്യജീവൻ. നമുക്ക് സസ്യജീവനുണ്ട്, മൃഗജീവനുണ്ട്. പക്ഷെ ഇവയ്ക്ക് രണ്ടും, സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഇല്ലാത്ത മനുഷ്യജീവനുണ്ട്. എന്താണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്? വിശേഷബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവുമുള്ള ഈ 3 ഫാക്കൽറ്റികളുള്ള, ഇതാണ് ദൈവഛായ എന്ന് പറയുന്നത്. അതുള്ള ഏക ജീവിയാണ്, ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ദൈവത്തോട് യെസ് പറയാനും നോ പറയാനും കഴിവുള്ള മൃഗമാണ് മനുഷ്യൻ. അപ്പോൾ സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ ജീവന്റെ ഒരു പരിണാമമാണ്. അപ്പൊ ഇത് ജീവന്റെ പരിണാമം മനുഷ്യനിലെത്തിയപ്പോൾ പരിണാമം അവസാനിച്ചോ അതോ ഈ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കണോ? അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കണം. കാരണം എന്താ? ജീവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തതല്ലേ? നമ്മൾ മരിക്കുകയല്ലേ? അപ്പൊ മരിക്കുന്നത് ജീവനാണോ? അല്ല. മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കണ്ടേ? വേണം. അപ്പോഴല്ലേ ജീവനാകൂ. അതെ, മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, മരിച്ചതിന് ശേഷം മരണമില്ലാത്ത അവസ്ഥയിലേക്ക് പ്രവേശിച്ചത് ആരാണ്? യേശുക്രിസ്തു. അവന് മാത്രമാണ് നിത്യജീവൻ നൽകാൻ കഴിയുള്ളൂ. കാരണം മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത് ജീവന്റെ അന്തിമ ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചവൻ അവൻ മാത്രമാണ്. ബുദ്ധനോ രാമനോ കൃഷ്ണനോ മുഹമ്മദോ ഇവരാരും തന്നെ മരിച്ചവൻ ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആർക്കും തന്നെ മരണാന്തര ജീവൻ, നിത്യജീവൻ നൽകാൻ കഴിയില്ല, അമരത്വം നൽകാൻ കഴിയില്ല. കാരണം അവരൊക്കെ മരിച്ചുപോയി. മരിക്കാതെ, അതായത് മരിച്ചിട്ടും മരണത്തിൽ നിന്ന് തിരിച്ച് ഈ ലോകത്തിലേക്കല്ല, ജീവന്റെ അവസാന ഘട്ടത്തിൽ പ്രവേശിച്ച യേശു മാത്രമാണ് ഈ നിത്യജീവൻ നൽകാൻ, അമരത്വം നൽകാൻ കെൽപ്പുള്ളവൻ. അവൻ നമ്മിലേക്ക് വന്ന് നമ്മെ നിത്യജീവനിലേക്ക് എടുത്ത് ഉയർത്തണം. അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചാലേ നിങ്ങൾക്ക് ജീവനുള്ളൂ എന്ന് പറഞ്ഞത്. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. അതായത് ഈ നിത്യജീവനില്ല, ജീവന്റെ അവസാന ഘട്ടമില്ല. ഈ അവസാന ഘട്ടം വേണമെങ്കിൽ യേശുവിന്റെ പ്രാണൻ നമ്മൾ സ്വന്തമാക്കണം, യേശുവിന്റെ രക്തം നമ്മൾ കുടിക്കണം. ഇതാണ് കുർബാനയിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാ കുർബാനയിലും ശരീരവും രക്തവും കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. സുറിയാനി കത്തോലിക്ക സഭയിൽ സാധാരണഗതിയിൽ എല്ലാവരും തിരുശരീരം തിരുരക്തം ഒരുമിച്ചാണ് കൊടുക്കുക. പൗരത്വ സഭകളൊക്കെ അങ്ങനെയാണ്, എല്ലാ സഭകളിലും. ലത്തീൻ സഭയിൽ അത്ര വലിയൊരു അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അവിടെയും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് ഇത് വാങ്ങി കുടിക്കുക എന്നാണ് പറയുന്നത്. വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ മാത്രം കുടിച്ചാൽ മതിയോ? ജനങ്ങളോട് വാങ്ങി കുടിക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് അത് കൊടുക്കുകയും കൂടി വേണമെന്നാണ് എന്റെ അഭിപ്രായം. എത്രയോ മനോഹരമായ വ്യാഖ്യാനമാണ് വിശുദ്ധ അഗസ്തീനോസ് ലിറ്റർജിയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും നൽകിയിരിക്കുന്നത്. നമുക്കത് വീണ്ടും വീണ്ടും കേൾക്കാൻ കഴിയട്ടെ, അതിന്റെ ആന്തരാർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 37. വിശുദ്ധ ആഗസ്തീനോസ് ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ. 354 അദ്ദേഹം ജനിച്ചത്, ക്രിസ്തുവർഷം 430 അദ്ദേഹം മരിച്ചത്. നിങ്ങൾക്കറിയാം, ആഗസ്തീനോസ് പറഞ്ഞാൽ സഭയുടെ ദൈവശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ
വളരെയധികം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വളരെ അടുത്തറിയണമെന്നും അവന്റെ സഭയെ വളരെ അടുത്തറിയണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ 3 പേരെ വിട്ടുകളയാതെ അറിയേണ്ടതുണ്ട്. ഒന്ന് വിശുദ്ധ പൗലോസ്, മറ്റൊന്ന് വിശുദ്ധ അഗസ്തീനോസ്, പിന്നൊന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഇവരുടെ രചനകൾ വായിക്കണം. തീർച്ചയായിട്ടും സുവിശേഷമൊക്കെ വേണം, യോഹന്നാന്റെ സുവിശേഷമൊക്കെ വേണം. എങ്കിലും ഈ വിശുദ്ധ പൗലോസ്, വിശുദ്ധ അഗസ്തീനോസ്, പിന്നെ ബെനഡിക്ട് മാർപ്പാപ്പ. ബെനഡിക്ട് മാർപ്പാപ്പ നമ്മുടെ കാലത്ത് ജീവിച്ചത്, നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരെ ബെനഡിക്ട് മാർപ്പാപ്പ 66 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മലയാളത്തിലെല്ലാം അവൈലബിൾ അല്ല, പക്ഷേ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഞാനൊരു 6 അദ്ദേഹത്തിന്റെ പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തോന്നുന്നു ലിറ്റർജി, ദ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. അപ്പോഴാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഈ ക്രിസ്തുവിന്റെ വചനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടണം. ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച ആദ്യത്തെ വ്യക്തിയാണ് പൗലോസ്. ഈ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ വചനങ്ങളെയും ക്രിസ്തുവിന്റെ ജീവിതത്തെയും പൗലോസിന്റെ വചനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി ഈ എന്താണ് ക്രിസ്തു എന്ന രഹസ്യം അതിനേക്ക് ഊളിയിട്ട് ഇറങ്ങിയ ഒരാളാണ് വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹത്തിന്റെ പല വ്യാഖ്യാനങ്ങൾ നമ്മളെ ആദ്യം ഞെട്ടിക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആഴത്തിലേക്ക് കടന്നാൽ വലിയ ഒരു ദൈവശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ബെനഡിക്ട് മാർപ്പാപ്പ. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായി ഈ വചനവും വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവശാസ്ത്രവും നമുക്ക് വെളിപ്പെടുത്തിയ, വിശ്വാസ പ്രമാണത്തിന്റെ കാതൽ വെളിപ്പെടുത്തിയ മറ്റൊരാളില്ല. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണമെന്ന് മലയാളത്തിൽ കുറേ അവൈലബിൾ ആണ്. ഇച്ചിരി കട്ടിയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയരുത്. 8ഉം 10ഉം പ്രാവശ്യമൊക്കെ വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ തന്നെ തർജ്ജമ ചെയ്തതിന് 6 പ്രാവശ്യം വായിച്ചു. തർജ്ജമ ചെയ്തതിനു ശേഷം 25, 30, 40 പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുമാത്രം പ്രാവശ്യം വായിക്കണമെന്നുള്ളത്. അഗസ്തീനോസിന്റെ വാക്കുകളിലേക്ക് തിരിയാണ്. ആദ്യം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും, തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം വായിച്ച് പിന്നെ എൻ്റെ വ്യാഖ്യാനം കേൾക്കുക, പിന്നെയും പല പ്രാവശ്യം കേൾക്കുക. കാരണം അത്രയും ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ: ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയുന്നു, എന്തെന്നാൽ അവനെയാണ് ഞാൻ ഇവിടെ തേടുന്നത്. അഭക്തമാകാതെ ഇമ്പയറ്റി അഭക്തമാകാതെ ഭൂമിയെ ആരാധിക്കുന്നുവെന്ന കാര്യം അപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ഭൂമിയെ ആരാധിക്കുന്നു, ഇതാണ് ഞാൻ പറഞ്ഞ ഞെട്ടിക്കുന്ന വാക്കാണ് പറഞ്ഞത്. ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞെട്ടിക്കുന്നതാണെങ്കിലും സത്യമാണെന്ന്. അവന്റെ പാദപീഠമായ ഭൂമി അഭക്തമാകാതെ ആരാധിക്കപ്പെടുന്നു. അവന്റെ പാദപീഠമാണ് അല്ലേ. നിങ്ങൾ ജെറൂസലമിനെ കൊണ്ട് ആണയിടരുത്, ഭൂമിയെ കൊണ്ട് പാടില്ല അല്ലേ. ദൈവത്തിന്റെ പാദപീഠമാണ് ഭൂമി എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ. അപ്പോൾ ദൈവത്തിന്റെ പാദപീഠമായ ഭൂമി അഭക്തമാകാതെ ആരാധിക്കപ്പെടുന്നു. ഭൂമി ആരാധിക്കപ്പെടുന്നു, ഇതാണ് അഗസ്തീനോസ് പറയുന്നത്. എന്നിട്ട് അതിന്റെ ഒരു വ്യാഖ്യാനം പോലെ അദ്ദേഹം പറയാണ്, അവൻ മണ്ണ് സ്വീകരിച്ചത് ഭൂമിയിൽ നിന്നാണ്. മണ്ണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ മനുഷ്യ ശരീരം. എന്നാൽ അവന്റെ ജഡം, മാംസം ഭൂമിയിൽ നിന്നാണ്. മറിയത്തിൽ നിന്നാണല്ലോ, മറിയത്തിന്റെ മാംസത്തിൽ നിന്നാണല്ലോ അവൻ ജഡം സ്വീകരിച്ചത്. ദൈവം മനുഷ്യനായപ്പോൾ അവനൊരു റോക്കറ്റ് പിടിച്ചിങ്ങോട്ട് വരികയല്ലല്ലോ ചെയ്തത്. ഒരു കുടുംബത്തിലൂടെ വന്നത്, ഒരു സ്ത്രീയിലൂടെ വന്നത്. അതും വെറുതെ ഇങ്ങനെ വരികയല്ലോ. പെന്തക്കോസ്ത് ദൈവസഭക്കാർ പറയുന്ന പോലെ ഒരു പൈപ്പിലൂടെ വരുന്ന പോലെ മറിയത്തിലൂടെ വരികയല്ലോ. അവൾ ഗർഭം ധരിച്ചു, 10 മാസം ചുമന്നു, എന്നിട്ടാണ് പ്രസവിച്ചത്. അപ്പോൾ ഈ യേശുക്രിസ്തു മാംസം സ്വീകരിച്ചത്, ദൈവം മനുഷ്യനായപ്പോൾ മാംസം സ്വീകരിച്ചത് ഭൂമിയിൽ നിന്നാണ്. മറിയത്തിന്റെ മാംസത്തിൽ നിന്നാണല്ലോ അവൻ ജഡം സ്വീകരിച്ചത്. അതേ ജഡത്തിലാണ് അവൻ ഭൂമിയിൽ നടന്നത്, വ്യാപരിച്ചത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഭക്ഷിക്കേണ്ടതിന് അവൻ നൽകിയതും ഇതേ മാംസം തന്നെ, ഭൂമിയിൽ നിന്ന് സ്വീകരിച്ച മാംസം. എങ്കിലും ആരാധിക്കുന്നതിന് മുമ്പ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല. ആരാധിക്കുന്നതിന് മുമ്പ് അതിനൊക്കെ ഒരു പ്രത്യേക അർത്ഥമുണ്ടെന്ന് ഞാൻ പറയാം. കർത്താവിന്റെ പാദപീഠം അങ്ങനെ ആരാധിക്കപ്പെടുന്നത് ഞാൻ കണ്ടെത്തുന്നു. അതിനെ ആരാധിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നില്ല, മറിച്ചാണ് ആരാധിക്കാതിരുന്നാൽ നാം പാപം ചെയ്യുന്നു. ഈ വിഗ്രഹാരാധന, മണ്ണിനെ ആരാധിക്കരുത്, ലോകത്തിലൊരു സംഗതി ആരാധിക്കരുത്, അങ്ങനെ ആരാധിച്ചാൽ പാപമാണ്. ഇവിടെ പറയാണ് ഇത് ആരാധിച്ചില്ലെങ്കിൽ പാപമാകും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞെട്ടിക്കുന്നൊരു വചനമാണ്. അബദ്ധ സിദ്ധാന്തമാണെന്ന് പെട്ടെന്ന് തോന്നാം. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ എന്റേതായ ചെറിയൊരു വ്യാഖ്യാനം നൽകാം. ഞാൻ ക്രിസ്തുവിലേക്ക് തിരിയുന്നു, എന്നാൽ അവനെയാണ് ഞാൻ ഇവിടെ തേടുന്നത്, കുർബാനയിൽ തേടുന്നത്. അഭക്തമാകാതെ, ഇമ്പയറ്റി, അതായത് വിഗ്രഹാരാധനയാകാതെ ഭൂമിയെ ആരാധിക്കുന്നുവെന്ന കാര്യമാണ് ഞാനപ്പോൾ തിരിച്ചറിയുന്നത്.
അത് ഞാൻ കുർബാനിലേക്ക് തിരിയുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് വിഗ്രഹാരാധനയാകാതെ ഭൂമി ആരാധിക്കുന്നു. അതെങ്ങനെയാണ് വിഗ്രഹാരാധനയാകാതെ അവന്റെ ഭൂമി ആരാധിക്കുന്നത്? അവന്റെ പാദപീഠമാണ്, ദൈവത്തിന്റെ പാദപീഠമാണ് ഭൂമി. ആ പാദപീഠമായ ഭൂമി, ദൈവത്തിന്റെ പാദപീഠമായ ഭൂമി വിഗ്രഹാരാധനയാകാതെ ആരാധിക്കപ്പെടുന്നു. വിഗ്രഹാരാധനയാകാതെ ഭൂമി ആരാധിക്കപ്പെടുന്നു, ദൈവത്തിന്റെ പാദപീഠമായ ഭൂമി. എങ്ങനെ? അവൻ മണ്ണ് സ്വീകരിച്ചത്, അവന്റെ ജഡം, ശരീരം സ്വീകരിച്ചത് ഭൂമിയിൽ നിന്നാണ്. എന്നാൽ അവന്റെ ജഡം, മാംസം ഭൂമിയിൽ നിന്നാണ്. മറിയത്തിന്റെ മാംസത്തിൽ നിന്നാണല്ലോ അവൻ ജഡം സ്വീകരിച്ചത്. മറിയം ഒരു ജീവിയല്ലേ, സൃഷ്ടിയല്ലേ, ഈ മണ്ണിൽ നിന്നുള്ള സൃഷ്ടിയല്ലേ മറിയം. അപ്പോൾ മറിയത്തിൽ നിന്നാണ്, മറിയത്തിന്റെ മാംസത്തിൽ നിന്നാണ് ദൈവം മനുഷ്യനായപ്പോൾ ജഡം സ്വീകരിച്ചത്, മാംസം സ്വീകരിച്ചത്. അതേ ജഡത്തിലാണ്, അതേ മാംസത്തിലാണ് അവൻ ഭൂമിയിൽ വ്യാപരിച്ചത്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട, മറിയത്തിൽ നിന്ന് എടുക്കപ്പെട്ട മാംസത്തിലാണ്, ജഡത്തിലാണ് യേശു ഭൂമിയിൽ വ്യാപരിച്ചത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഭക്ഷിക്കേണ്ടതിന് അവൻ നൽകിയതും അവന്റെ ഇതേ മാംസം തന്നെയാണ്. എങ്കിലും പച്ചമാംസം കഴിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്നോ, യേശുവിന്റെ ശരീരത്തിന്റെ 4 ചക്രവാളങ്ങൾ. ഒരേ ആളാണ്, ഈ മാംസത്തിൽ നടന്ന ആളാണ് നമ്മൾക്ക് വരുന്നതെങ്കിലും പച്ചമാംസമായിട്ടല്ല വരുന്നത്. ഉത്ഥാനം ചെയ്ത് ജീവന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിൽ പ്രവേശിച്ചവനാണ് ആത്മാവായിട്ട് നമ്മൾക്ക് വരുന്നത്. പക്ഷേ മാംസത്തിൽ വ്യാപരിച്ച ആള് തന്നെയാണ്, മാംസത്തിൽ ഈ ഭൂമിയിൽ വ്യാപരിച്ച ആള് തന്നെയാണ്. ആള് മാറുന്നില്ല. അപ്പോൾ എങ്കിലും ആരാധിക്കുന്നതിന് മുൻപ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല. ഇവിടെ ആരാധന എന്ന് പറയുന്നത് കുമ്പിടുന്നതല്ല ഉദ്ദേശിക്കുന്നത്, കുർബാനയാണ്. കുർബാന ആരാധിക്കുന്നതിന് മുമ്പ്, അതായത് ഈ പച്ചമാംസം അല്ല നമ്മൾ കഴിക്കുന്നത്. യേശു പച്ചമാംസത്തിൽ നടന്നു ഭൂമിയിൽ, പക്ഷെ ആ പച്ചമാംസം അല്ല കഴിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടെ വചനത്തെ മിക്സ് ചെയ്ത് കർത്താവിന്റെ ഉത്തിത ശരീരമായി മാറിയ, ഉത്തിത ശരീരത്തിലൂടെ നമ്മിലേക്ക് വന്ന അവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് ആരാധിക്കുന്നതിന് മുമ്പ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത്. ആരാധന എന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് അനാഫറയാണ്. ആരാധന എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അനാഫറ എന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ ആഗമനം, വചനം മിക്സ് ചെയ്യുക. അങ്ങനെ ഈ അപ്പം യേശുവിന്റെ, ഉത്ഥാനം ചെയ്ത യേശുവിന്റെ ആളത്വമായി മാറുക. അതിനെ ശരീരം എന്ന് പറയണേ, മാംസം എന്ന് പറയണേ. അപ്പോൾ ആരാധിക്കുന്നതിന് മുമ്പ് ആരും ഈ മാംസം ഭക്ഷിക്കുന്നില്ല. അതായത് അനാഫറയ്ക്ക് മുമ്പ് ഈ മാംസം ആരും ഭക്ഷിക്കുന്നില്ല. നാം അവനെ ആരാധിക്കുമ്പോൾ, അതായത് ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനെ ആരാധിക്കുമ്പോൾ പാപം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ആരാധിക്കാതിരുന്നാൽ പാപം ചെയ്യുന്നു. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട്. അപ്പോൾ അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ശരീരം ആ കല്ലറയിൽ ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ. ഈ കല്ലറ ശൂന്യമായിരുന്നല്ലേ? ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ശരീരം കർത്താവ് മണ്ണിൽ ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ. ആ ശരീരത്തോടു കൂടിയാണ് ഉത്ഥാനം ചെയ്തത്. തീർച്ചയായിട്ടും അത് മറ്റൊരു തേജസ്സിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. എങ്കിലും ആ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ശരീരം അവൻ കല്ലറയിൽ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ശരീരത്തോടു കൂടിയാണ് ഉയർക്കപ്പെട്ടത്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് ഉയർക്കപ്പെട്ടത്. അതുകൊണ്ട് നാം ഇപ്പോ അവനെ ആരാധിക്കുന്നില്ലെങ്കിൽ, ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തപ്പെട്ടവനെ ആരാധിക്കുന്നില്ലെങ്കിലാണ് പാപം ചെയ്യുന്നത്. പണ്ട് ഭൂമിയെ ആരാധിച്ചാൽ പാപമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. കാരണം ആ ഭൂമിയെ തന്നിലേക്ക് തന്നെ സ്വീകരിച്ച് തന്റെ ശരീരമാക്കി മാറ്റി ആ ശരീരത്തോടു കൂടി അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ നാം അവനെ ആരാധിക്കണം. അതിലൂടെ അവന്റെ പാദപീഠമായ ഭൂമിയെയും ആരാധിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തോന്നിയ സ്ഥലത്തൊക്കെ പോയിട്ട് ഭൂമിയെ ആരാധിക്കുന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം. കുർബാന. ഈ 4 മാംസങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാണ്. ക്രിസ്തുവിന്റെ BC 3 അവൻ ജനിച്ചു, AD 33 അവൻ മരിച്ചു. ആ സമയത്ത് അവനൊരു ശരീരം ഉണ്ടായിരുന്നു, നമ്മുടെ പോലെ ഭൗതിക ശാരീരിക ശരീരം. മരിച്ചു ഉത്ഥാനം ചെയ്തു. അപ്പൊ അവന് ഉത്തിത ശരീരം കിട്ടി. പിന്നെ അവനിലേക്ക് ഉത്ഥാനം ചെയ്തതിലേക്ക് നമ്മയെല്ലാം ചേർത്തു മാമോദീസയിലൂടെ. അപ്പോൾ അവൻ ഓരോ ക്രിസ്ത്യാനിയുമായിട്ട് ഒന്നായി. അവന്റെ സഭാത്മക ശരീരം അവർക്ക് അവൻ തന്നെ നൽകി, തന്റെ പ്രാണനം നൽകി. കൗദാശിക ശരീരം 4 സ്ഥലത്തുമുള്ളത് ഒരേ ആൾ തന്നെയാണ്, പക്ഷെ ഒരേ രീതിയിലല്ല. ഭൂമിയിൽ ജീവിച്ച അവൻ തന്നെയാണ് ഉത്ഥാനം ചെയ്തത്. അവൻ തന്നെയാണ് ക്രിസ്ത്യാനികളായിട്ട് ഒന്നായിരിക്കുന്നത്. അവൻ തന്നെയാണ് കൂദാശയിൽ വരുന്നത്. പക്ഷെ 4
4 ശരീരങ്ങളുടെ രൂപത്തിലാണ്. ഒരൊറ്റ ആള് പക്ഷെ നാല് ശരീരങ്ങളുടെ രൂപത്തിലാണ്. അങ്ങനെയുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ മണ്ണിൽ അവിടെ ഉപേക്ഷിക്കാതെ ശരീരത്തിൽ ഉത്ഥാനം ചെയ്തു. എന്നിട്ട് അവൻ ക്രിസ്ത്യാനിയുമായിട്ട് ഒന്നായി, അവൻ ഈ അപ്പവും വീഞ്ഞുമായിട്ട് ഒന്നായി നമ്മിലേക്ക് വരുന്നു. അവനെ ആരാധിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടവനെ ആരാധിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഭൂമി തന്നെ ആരാധിക്കപ്പെടുകയാണ്. നിങ്ങളൊരു 15-20 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറഞ്ഞതും അദ്ദേഹത്തിന്റെ വാക്കുകളും കേൾക്കണം. ഇല്ലെങ്കിൽ ഈ കമന്റ് ഇടാൻ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട്, കാരണം ഇത് വിഗ്രഹാരാധനയാണല്ലോ ആഗസ്റ്റിനസ് പറയണേ എന്ന് ചിലപ്പോൾ തോന്നും. വിഗ്രഹാരാധനയല്ല. നിങ്ങൾ ഒരു 10-15 പ്രാവശ്യം കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കമന്റ് ഇടൂ. സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. എതിർക്കാൻ കമന്റ് ഇടുന്നതിന് മുമ്പ് എതിർക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ഇടും ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് ഇതൊന്ന് ഒരു 10-15 പ്രാവശ്യം കേട്ട് നോക്കൂ തുറന്ന ഹൃദയത്തോടെ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 38. നമ്മൾ ഇതുവരെ സഭാപിതാക്കന്മാര് ലിറ്റർജിയെക്കുറിച്ച് നൽകിയ സാക്ഷ്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമത്തിൽ ലിറ്റർജിയുടെ ഘടകം കാണുകയാണ്. ഞാനൊന്ന് സൂചിപ്പിക്കാം. മുൻപൊരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി കാണേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണല്ലോ ഉള്ളത്. ആ പുസ്തകങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്ന രീതി നോക്കിയാൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളും അപ്പസ്തോല നടപടിയും സ്ലീഹന്മാരുടെ നടപടി. 5 പുസ്തകങ്ങൾ ചരിത്രമാണ്. ഹിസ്റ്റോറിയ എന്ന് പറയും. ഹിസ്റ്റോറിയ ചരിത്രം. 4 ക്രിസ്തുധർമ്മത്തിന്റെ സ്ഥാപകനായ ക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും. 1 സഭയുടെ ആമൻ സ്ഥാപിച്ച സഭയുടെ നേതാക്കന്മാരെക്കുറിച്ചും അവരുടെ ചരിത്രം. സവിശേഷമായി പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരുടെ ചരിത്രമാണ്. അതായത് പാലസ്തീനയിൽ നിന്നും റോമാ സാമ്രാജ്യത്തിലേക്ക് സുവിശേഷം പ്രചരിക്കുന്നതിന്റെ ചരിത്രം. കിഴക്കോട്ടുള്ള ചരിത്രം അവിടെ ഇല്ല. കിഴക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലസ്തീന കുറച്ചൊക്കെയുണ്ട്, ഏഷ്യ മൈനർ വരെ. അവിടെ നിന്നും പൗരസ്ത്യ നാട്ടിലേക്ക് പോയത് തോമസ് ലീഗയാണ്. ആ ചരിത്രം അവിടെ ഇല്ല. അപ്പോൾ പടിഞ്ഞാറോട്ടുള്ള ചരിത്രമാണ് കൂടുതലും. ഈ 5 പുസ്തകങ്ങൾ ഹിസ്റ്റോറിയ എന്ന് പറയും. ഞാൻ ആവർത്തിക്കുകയാണ്. 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ക്രിസ്തുവിനെക്കുറിച്ച്, സ്ഥാപകനെക്കുറിച്ച്, പിന്നെ ഏറ്റവും ആദ്യത്തെ നേതാക്കന്മാരെക്കുറിച്ച് 1 സ്ലീഹന്മാരുടെ നടപടി അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ. 5 പുസ്തകങ്ങൾ ഹിസ്റ്റോറിയ ചരിത്രം. അതായത് സ്ഥാപകന്റെയോ സ്ഥാപക നേതാക്കന്മാരുടെയോ ചരിത്രം. പിന്നത്തെ പുസ്തകങ്ങൾ 14 പൗലോസിന്റെ ലേഖനങ്ങൾ. അതിൽ ഹെബ്രായ ലേഖനം പൗലോസിന്റെ പേരിലാണ് ലിറ്റർജിയിൽ അറിയപ്പെടുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് പൗലോസ് അല്ല അതിന്റെ രചയിതാവ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷെ ലിറ്റർജിയിൽ ഇപ്പോഴും ഹെബ്രായ ലേഖനം പൗലോസിന്റേതായിരുന്നു കിടക്കുന്നത്. ലിറ്റർജിയാണ് കൂടുതൽ വിശ്വസനീയം എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. എനിവേ, അതേതായാലും പൗലോസിന്റെ ലേഖന കൂട്ടത്തിലാണ്. 14 ലേഖനങ്ങൾ പൗലോസിന്റെ. അത് നേർപകുതി കാതോലിക ലേഖനങ്ങൾ 7. അപ്പോൾ 14 7 21 ലേഖനങ്ങൾ. പഴയ നിയമത്തിൽ ചില ലേഖനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പുസ്തകവും ലേഖനം എന്നറിയപ്പെടുന്നില്ല. പുതിയ നിയമത്തിൽ 14 ലേഖനങ്ങൾ പൗലോസിന്റേതും 7 ലേഖനങ്ങൾ കാതോലിക ലേഖനങ്ങൾ. 14ന്റെ നേർപകുതിയാണ് കാതോലിക ലേഖനങ്ങൾ. അങ്ങനെ 21 ലേഖനങ്ങൾ. അതിനെ തെയോറിയ എന്ന് പറയും. തെയോറിയ അതായത് സ്ഥാപകനെ കുറിച്ചുള്ള വ്യാഖ്യാനം. സ്ഥാപകൻ എന്താ, അവന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അവന്റെ മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള വ്യാഖ്യാനം. എന്താണ് യേശുക്രിസ്തു എന്ന രഹസ്യത്തിന്റെ, അവന്റെ പരസ്യ ജീവിതത്തിന്റെയും അവന്റെ മരണത്തിന്റെയും അവന്റെ ഉത്ഥാനത്തിന്റെയും അവൻ നൽകിയ പരിശുദ്ധാത്മാവിന്റെയും രഹസ്യം, അതിന്റെ അർത്ഥം എന്ത്, അതിലൂടെ മനുഷ്യർക്ക് കൈവരുന്ന കാര്യങ്ങൾ എന്ത്, ഇത് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഈ 14 7 21 പുസ്തകങ്ങളിലൂടെ. അതിനെ തയോറിയ എന്ന് പറയും. പിന്നെ ഒരു പുസ്തകം ബാക്കിയുണ്ട്. ഏതാണ്? യോഹന്നാന്റെ വെളിപാട്. യോഹന്നാന്റെ വെളിപാട് എന്താണ്? നമ്മൾ വളരെ ദീർഘമായിട്ട് മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഘടന ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുർബാനയിലുള്ള, അത് ലത്തീൻ കുർബാനയിലും സീറോ മലബാർ സഭയുടെ കുർബാനയാണെങ്കിലും മറ്റേത് കുർബാനയാണെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ സ്ട്രക്ചർ, ഘടന ഈ വെളിപാട് പുസ്തകത്തിലുള്ള കാര്യം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വിശദാംശങ്ങളിൽ പോകാതെ ഞാൻ പറയാം. സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി, അതായത് സഭയുടെ ചരിത്രം സ്വർഗത്തിൽ നോക്കിയാൽ അങ്ങനെ ഇരിക്കും. അതാണ് വെളിപാട് ഗ്രന്ഥം. അപ്പസ്തലന്മാരുടെ നടപടി ഗ്രന്ഥം എന്താണ്? സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥം
സഭയുടെ ചരിത്രം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, സഭയുടെ ചരിത്രം സ്വർഗത്തിൽ നോക്കുമ്പോൾ അതെങ്ങനെയിരിക്കും? അത് ലിറ്റർജിയുടെ രൂപമായിരിക്കും. അതാണ് വെളിപാട് പുസ്തകം. അതൊരു സഭാപിതാക്കന്മാർ, മിക്കവാറും എല്ലാ സഭാപിതാക്കന്മാരും പറഞ്ഞത് വെളിപാട് പുസ്തകം സഭയുടെ ലിറ്റർജിയാണ്. ലൈത്തുർഗിയ. ലിറ്റർജി എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്: ആദ്യം ഹിസ്റ്റോറിയ, ചരിത്രം, 5 പുസ്തകങ്ങൾ. പിന്നെ തയോറിയ, ഈ ചരിത്രത്തിന്റെ വ്യാഖ്യാനം. തയോറിയ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫൗണ്ടേഴ്സ്, അവരുടെ ലൈഫും അല്ലേ, മരണവും ഉത്ഥാനമൊക്കെ. പിന്നെ ലൈത്തുർഗിയ എന്ന് പറഞ്ഞാൽ ലിറ്റർജി. ഈ ചരിത്രവും പിന്നെ അതിന്റെ വ്യാഖ്യാനവും റീഇൻഫോഴ്സ് ചെയ്യാണ്, പുനരവതരിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ഓർമ്മപ്പെടുത്തലും ഓരോ വീണ്ടും അതിൽ ജീവിക്കുകയാണ്, പുനർജീവിതമാണ്. അതായത് പുനർജീവിതം എന്ന് വെച്ചാൽ വേറെ മരിച്ചിട്ടുള്ള പുനർജീവിതം അല്ല ഞാൻ പറയുന്നത്. അതിന്റെ ഉള്ളിലൂടെ നമ്മൾ വീണ്ടും പോകുകയാണ്. ചരിത്രത്തിന്റെ ഉള്ളിലൂടെ വീണ്ടും പോകാൻ ലിറ്റർജിക്ക് മാത്രമേ കഴിയൂ. ചരിത്രം ആവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ ചരിത്രത്തിന്റെ ഉള്ളിലൂടെ പോകാൻ ലിറ്റർജിയിലൂടെ കൂദാശകൾ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ലിറ്റർജി അല്ലെങ്കിൽ കൂദാശകൾ സ്ഥാപിച്ചത്. ചരിത്രത്തിന്റെ ഉള്ളിലൂടെ പോകാൻ കൂദാശികൾക്കേ കഴിയൂ. അപ്പൊ അതാണ് അവസാനത്തെ പുസ്തകം. ചരിത്രം, വ്യാഖ്യാനം, പിന്നെ അതിന്റെ ലിറ്റർജി. ഇങ്ങനെ ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ ക്രമം തന്നെ ഈ ലിറ്റർജിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുക. അതിന്റെ ക്ലൈമാക്സ് ലിറ്റർജിയാണ്. ചരിത്രവും വ്യാഖ്യാനവും ലിറ്റർജിയിലേക്ക് നയിക്കുന്നു. ലിറ്റർജിയിൽ നിന്ന് വ്യാഖ്യാനവും ചരിത്രവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ സഭയുടെ ചരിത്രം എങ്ങനെ ഇരിക്കും, അതായത് ഇപ്പോഴത്തെ ചരിത്രവും ലോകാവസാനം വരെ ചരിത്രവും, അതാണ് ലിറ്റർജിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ കുർബാനയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം നമ്മുടെ ലിറ്റർജിയിലെ ഒരുപാട് ഘടകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. കാരണം അതാണ് ലിറ്റർജി, സഭയുടെ ഔദ്യോഗിക ലിറ്റർജിയുടെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ടാണ് സ്കോട്ട് കാൻ എന്ന് പറയുന്ന, അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം പറയുന്നത് ഈ ലാംസ് സപ്പർ, കുഞ്ഞാടിന്റെ അത്താഴം, അത് വെളിപാട് പുസ്തകത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് ദ ഹോളി മാസ് ആസ് ഹെവൻ ഓൺ എർത്ത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉപയോഗിച്ചൊരു വാക്കാണ് ഉപയോഗിച്ചത്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലേക്ക് വരുന്നതാണ്, ദൈവം ഭൂമിയിലേക്ക് വരുന്നതാണ് വിശുദ്ധ കുർബാന. ഞാൻ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മനുഷ്യാവതാരത്തിന്റെ നൈരന്തര്യമാക്കപ്പെടലാണ് വിശുദ്ധ കുർബാന. ലോകാവസാനം വരെ ഈ മനുഷ്യാവതാരം ലോകാവസാനം വരെ നൈരന്തര്യമാക്കപ്പെടണം, പെർപെച്വേറ്റ് ചെയ്യപ്പെടണം. അതാണ് വിശുദ്ധ കുർബാന. ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെ മുൻ ആസ്വാദനമാണ്. ഒരു പൂർവ്വ ടേസ്റ്റ്, ഒരു ഫോർ ടേസ്റ്റ്, അത് മുൻകൂട്ടി ആസ്വദിക്കുകയാണ്, മുൻകൂട്ടി രുചിച്ചറിയുകയാണ് വിശുദ്ധ കുർബാനയിലെ. ഒന്നാമത്തെ ആഗമനത്തിനും രണ്ടാമത്തെ ആഗമനത്തിനും ഇടയിൽ ഒരു ഇടക്കാല ആഗമനം എന്നാണ് ക്ലെയർബോയിൽ വിശുദ്ധ ബെർണാർഡ് പറഞ്ഞത്. വിശുദ്ധ ബെർണാർഡ്, ഇടക്കാല ആഗമനം, അതാണ് വിശുദ്ധ കുർബാന. ഇത് പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളുടെ ക്രമത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. നമുക്ക് ഇനി ലിറ്റർജിയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കടക്കുകയാണ്. അതിനാമുഖമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി കേൾക്കുക. 5 പുസ്തകങ്ങൾ ചരിത്രം, പിന്നെ 21 പുസ്തകങ്ങൾ ചരിത്രത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അവസാനത്തെ ഒരേ ഒരു പുസ്തകം ലിറ്റർജി. ഇങ്ങനെയാണ് പുതിയ നിയമം പോലും ഇങ്ങനെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ലിറ്റർജിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ലിറ്റർജിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളൊക്കെയാണ് പ്രധാനമായും നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. അതിലൂടെ ഈ പുതിയ നിയമത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. അതിലൂടെ ക്രിസ്തുവിന്റെ ചരിത്രത്തിലൂടെയും ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച ചരിത്രത്തിലൂടെയും ആ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ സ്വർഗവും ഭൂമിയും പിന്നെ അധോലോകവും എല്ലാം സമ്മേളിക്കുകയാണ് ഈ ലിറ്റർജിയിൽ. കാരണം വചനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, പാതാളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ സകല ലോകത്തെയും ബന്ധിപ്പിക്കുന്ന വചനത്തിനാണ് നമ്മൾ പങ്കെടുക്കുന്നത് വിശുദ്ധ ലിറ്റർജിയിൽ. ഈ ഒരു ബോധത്തോടെ ലിറ്റർജി പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ശംശികായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ശംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണി പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 39. നമ്മൾ ലിറ്റർജി
ക്രിസ്തു സ്ലീഹന്മാർക്ക് കൈമാറിയതാണെന്നും ആദിമസഭയുടെ ലിറ്റർജി എങ്ങനെയാണെന്നും കണ്ടു കഴിഞ്ഞതിന് ശേഷം അപ്പസ്തോലിക പിതാക്കന്മാര്, സഭാപിതാക്കന്മാര് അവരെല്ലാം ലിറ്റർജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചെറിയ തോതിൽ നമ്മൾ ധ്യാനിച്ചു, ചർച്ച ചെയ്തു. ഇപ്പൊ ഇന്നലെ നമ്മൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമം തന്നെ ലിറ്റർജിയിൽ ക്ലൈമാക്സ് ചെയ്ത തരത്തിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് കണ്ടു. ഇന്ന് മുതൽ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ലിറ്റർജിയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 1066 മുതലുള്ള ഖണ്ഡങ്ങളാണ്, വകുപ്പുകളാണ്. അതിൽ 1066 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇൻ ദ സിംബിൾ ഓഫ് ഫെയ്ത്ത് ദ ചർച്ച് കൺഫെസസ് ദ മിസ്റ്ററി ഓഫ് ദ ഹോളി ട്രിനിറ്റി. അങ്ങനെ പറഞ്ഞു പോകുകയാണ്. ഈ എന്തുകൊണ്ട് ലിറ്റർജി അല്ലെങ്കിൽ എന്തിനാണ് ലിറ്റർജി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വാചകം ആരംഭിക്കുന്നത്. ഈ ഇൻ ദ സിംബിൾ ഓഫ് ഫെയ്ത്ത് ദ ചർച്ച് കൺഫെസസ് ദ മിസ്റ്ററി ഓഫ് ദ ഹോളി ട്രിനിറ്റി. സിംബിൾ ഓഫ് ഫെയ്ത്ത് നമ്മളതിന്റെ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തിൽ എന്നാണ്. വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യമാണ് സഭ ഏറ്റു പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദ സിംബിൾ ഓഫ് ഫെയ്ത്ത് എന്നാണ്. വിശ്വാസ പ്രമാണം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു. എന്നാൽ വിശ്വാസ ചിഹ്നം, വിശ്വാസ സങ്കേതം, വിശ്വാസ സംജ്ഞ, വിശ്വാസ സൂചകം, വിശ്വാസ പ്രതിരൂപം എന്നൊക്കെ ആ സിംബിൾ ഓഫ് ഫെയ്ത്തിന് തർജ്ജമയാകാം. ലത്തീനിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത് സിംബോളും എന്നാണ്. സിംബോളും. ഈ ലത്തീനിലേക്ക് വാക്ക് വന്നത് ഗ്രീക്കിൽ നിന്നാണ്. ബാല്ലോ എന്ന് പറഞ്ഞാൽ എറിയ. ബാല്ലോ ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബാലിസ്റ്റിക് മിസൈൽ, ബാല്ലോ. ബാലോ എന്ന് വെച്ചാൽ സിൻ എന്ന് വെച്ചാൽ ടുഗദർ, സിന്തസിസ്, സിനോപ്സിസ് എന്നൊക്കെ പറയില്ലേ, സിനോപ്റ്റിക് എന്നൊക്കെ പറയും. സിൻ എന്ന് വെച്ചാൽ ഒരുമിച്ച്, ഒന്നിച്ചെറിയുക എന്നാണ് അതിന്റെ ആക്ഷരികാർത്ഥം. സിംബോളും ഈ ഒന്നിച്ചെറിയുക എന്ന് പറഞ്ഞാലും ഒന്നിച്ചു വരിക, ഒന്നിച്ചെറിയുക എന്ന് മാത്രമല്ല ഒന്നിച്ചു വരിക എന്നർത്ഥമുണ്ട്. ഈ വാക്ക് ഉദ്ഭവിക്കുന്നത് ഒരു മിത്തോളജിയിലാണ്. പ്ലേറ്റോ ആ മിത്തോളജിയെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിമ്പിൾ എന്ന വാക്ക് മിത്തോളജി അല്ല, നമ്മൾ വിശ്വാസ പ്രമാണത്തിലോ സഭയിൽ ഉപയോഗിക്കുന്നത് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടല്ല. ആ വാക്കിന്റെ ഉത്ഭവമാണ് മിത്തോളജി ഞാൻ പറഞ്ഞത്. സിംബോളും എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉത്ഭവിച്ചത് ഒരു മിത്തോളജിയുടെ പശ്ചാത്തലത്തിലാണ്. ആ മിത്തോളജി മനസ്സിലാക്കിയാൽ നമുക്ക് സിംബിൾ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഈ നമുക്കെന്ന് ചില കളികളുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഒരു ഐസ് ബ്രേക്കിംഗ്, ഒരു 3 ദിവസത്തെ ക്യാമ്പൊക്കെ ഉള്ളപ്പോൾ തുടക്കത്തിൽ പരിചയമില്ലാത്തവരാണെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്തൊരു ഉദാഹരണം പറയാണ്. ഈ മഞ്ഞ വളയം അങ്ങനെ പല നിറങ്ങളുള്ളത് എന്നിട്ട് വിതരണം ചെയ്യാണ്. മഞ്ഞ നിറത്തിലുള്ള വളയം കിട്ടിയവരെ കണ്ടെത്തണം. അപ്പൊ ഇതിങ്ങനെ റാൻഡമായിട്ട് വിതരണം ചെയ്തു. അപ്പം മഞ്ഞയുള്ളവര് മഞ്ഞയെ തേടി നടക്കും, പച്ച കളർ കിട്ടിയവര് പച്ചയെ തേടി നടക്കും. അങ്ങനെ അത് ആ കളിയൊക്കെ ഈ സിംബോളം എന്ന വാക്കിന്റെ ഒരു പശ്ചാത്തലത്തിലുണ്ട്. മിത്തോളജി എന്ന് പറയുന്നത്, ഈ പ്ലേറ്റോ പറഞ്ഞ മിത്തോളജി ഇതാണ്. ആൻഡ്രോഗ്യൂണെ എന്നാണ് ആ മിത്തോളജി അറിയപ്പെടുന്നത്. നമ്മുടെ അന്ത്രയോസ്. ആൻഡ്രോ എന്ന് വെച്ചാൽ പുരുഷൻ, ഗ്യൂണെ ഗൈനക്കോളജി, സ്ത്രീ. യേശു മറിയത്തെ വിളിച്ചത് ഗ്യൂണെ എന്നാണ്, സ്ത്രീ. ഗൈനക്കോളജി എന്നൊക്കെ വരുന്നത് അതിൽ നിന്ന് വരുന്നതാണ്. അപ്പോ ആൻഡ്രോ പുരുഷൻ, ഗ്യൂണെ സ്ത്രീ. ആൻഡ്രോ ഗുണെ പുരുഷനും സ്ത്രീയും ഒരൊറ്റ ഒരാള്, അതായത് ഒരു വശം ഒരൊറ്റ ആളാണ്, രണ്ടാളായിട്ടല്ല. സ്ത്രീ പുരുഷൻ രണ്ടാളല്ല. ദൈവം സൃഷ്ടിച്ചത് ഈ മിത്തോളജി അനുസരിച്ച് ഒറ്റ ആളായിട്ടാണ്. ഒരു വശം പുരുഷനും ഒരു വശം സ്ത്രീയും. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ മിത്തോളജി അനുസരിച്ച് പറയണം കേട്ടോ. ആ ജീവിയുടെ പേരാണ് ആൻഡ്രോഗ്യൂണെ. ആണും പെണ്ണും ഒരാളായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം സൃഷ്ടിച്ചത്. ഒരു വശം പുരുഷനും ഒരു വശം പെണ്ണും, ഇങ്ങനെ ആണും പെണ്ണും ഒരാളായിരിക്കുന്ന അവസ്ഥ. ഈ ജീവി, ആൻഡ്രോഗ്യൂണ ജീവി, ദൈവത്തോട് മറുതലിച്ചു, ധിക്കാരം കാണിച്ചു. അപ്പോൾ ദൈവം അവരെ രണ്ടായിട്ട് വിഭജിച്ചു. ഒരു വശം പുരുഷനായി മാറി, മറുവശം സ്ത്രീയായിട്ട് മാറി. പക്ഷെ മൗലിക രൂപത്തിൽ അവരൊന്നായിരുന്നു. അങ്ങനെ വിഭജിക്കപ്പെട്ടെങ്കിലും അവർ അടിസ്ഥാന വികാരം, അടിസ്ഥാന മോഹം ഒരുമിച്ച് വരാനാണ്. പണ്ട് ഒന്നായിരുന്നത് കൊണ്ട് വീണ്ടും ഒരുമിച്ച് വരാനാണ് മോഹം, ഒരുമിച്ച് വരാനാണ് അടിസ്ഥാന തൃഷ്ണ. ഇതിനെയാണ് സിംബോളം എന്ന് പറയുന്നത്. ഒന്നിച്ചു വരിക. ഇതിന് 3 അർത്ഥങ്ങളുണ്ട്. ഈ 3 അർത്ഥങ്ങൾ ലിറ്റർജി മനസ്സിലാക്കണം, ഇതും കൂടി മനസ്സിലാക്കണം. അതായത്
ദൈവം സൃഷ്ടിച്ചതാണ് ആത്മാവ്. ആ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് മനുഷ്യ ശരീരം കൊടുക്കാനാണ് അപ്പനോടും അമ്മയോടും, നമ്മുടെ അപ്പനോടും അമ്മയോടും, ജീവശാസ്ത്രപരമായുള്ള നമ്മുടെ അപ്പനോടും അമ്മയോടും ആവശ്യപ്പെടുന്നത്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് അപ്പനും അമ്മയും ശരീരം കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ഈ ആത്മാവ് വരുന്നത്. അപ്പൊ ദൈവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള മോഹം എപ്പോഴും ആത്മാവിനുണ്ടാകും. ഇതുകൊണ്ടാണ് ഇത്രയൊക്കെ കമ്മ്യൂണിസവും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ ശ്രമിച്ചിട്ടും അടിസ്ഥാനപരമായ ദൈവചിന്ത മനുഷ്യരിൽ നിന്ന് നീക്കിക്കളയാൻ പറ്റാത്തത്. ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഈ ആത്മാവ്, നമ്മുടെ മനസ്സെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഫിലോസഫി അനുസരിച്ചാണെങ്കിൽ. അപ്പോൾ നമ്മുടെ മൈൻഡ്, ലോഗോസ്, വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതിനാൽ ഇങ്ങനെ നിവർന്നു നിന്ന് ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്ന ഏക ജീവി നമ്മളാണ്. ബേസിക് ആയിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ ധിക്കരിക്കാനുള്ള ആ പ്രവണതയുണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗം നടത്താനുള്ള പ്രവണതയുണ്ട് താനും. ചുരുക്കത്തില് ദൈവത്തിൽ നിന്ന് വരുന്ന നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ നടക്കാനും ആഗ്രഹിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മുടെ കൂടെ. അപ്പൊ ദൈവവും നമ്മളും ഒരുമിച്ച് വരിക, അതാണ് വിശ്വാസ പ്രമാണത്തിൽ സംഭവിക്കുന്നത്. വിശ്വാസപ്രമാണം നമ്മൾ ഏറ്റുപറയുന്നത് ദൈവവും നമ്മളും ഒരുമിച്ച് വരുന്ന കാര്യമാണ്. ദൈവവും നമ്മൾ ഒരുമിച്ച് വരുന്നു. ഇത് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുക മാത്രമല്ലല്ലോ, നമ്മൾ പള്ളിയിൽ പോകുന്നതും അങ്ങനെയാണ്. അപ്പൊ ലിറ്റർജിയുമായിട്ട് വിശ്വാസ പ്രമാണം ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ വിശ്വാസ പ്രമാണത്തിൽ സിമ്പിൾ ഓഫ് ഫെയ്ത്തില് സഭ ഏറ്റുപറയുന്നത് പരിശുദ്ധ തൃത്വത്തിന്റെ മിസ്റ്ററിയാണ്, രഹസ്യമാണ്. അതേസമയം ആ മിസ്റ്ററി ഏറ്റവും നല്ല രീതിയിൽ പ്രഘോഷിക്കപ്പെടുന്നത് ലിറ്റർജിയിലാണ്. അപ്പോൾ ദൈവം നമ്മളും ഒരുമിച്ച് വരികയാണ് ലിറ്റർജിയിൽ. ഒന്നാമത്തെ കാര്യം. രണ്ട്, വിശ്വാസികള്, അതായത് ഒരേ വിശ്വാസമുള്ളവര് ഒരുമിച്ച് വരുന്നു. ഇപ്പൊ എന്റെ വിശ്വാസം തനിച്ചെടുത്താൽ വളരെ ദുർബലമായിരിക്കും. ഈ ഒരു പേന പോലെ ദുർബലമാണ്. ഇല്ലേ, ഒരു പ്രതിസന്ധി വന്നാൽ ചിലപ്പം ഒടിച്ചു കളയാൻ പറ്റും. പ്രതിസന്ധികള്, ദുരന്തങ്ങൾ വരുമ്പോഴും ആൾക്കാർ ചോദിക്കില്ലേ, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു, ദൈവം എന്തുകൊണ്ട് ചെയ്തു? കുറെ പേര് ഈ നിരീശ്വരന്മാരും യുക്തിവാദികളൊക്കെ ചോദിക്കുന്നത് അവരുടെ വിശ്വാസം വളരെ ദുർബലമാണ്. ചെറിയൊരു പ്രതിസന്ധി വന്നു, അല്ലെങ്കിൽ ഒരു ദുരന്തം കണ്ടു, ഉടനെ തന്നെ അവരുടെ വിശ്വാസം ഒടിഞ്ഞു പോവാണ്. കാരണം വളരെ ഫ്രജൈലാണ്, വളരെ ദുർബലമാണ് ഒരാളുടെ വിശ്വാസം തനിച്ചെടുത്താൽ. പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വരിക, ഇല്ലേ, പലരുടെയും വിശ്വാസം അങ്ങനെ അത് ഒരുമിച്ച് വന്നു. ഞാൻ ഇതൊരു ഈർക്കിലി എന്ന് കരുതുക, നമ്മുടെ വിശ്വാസം ഈർക്കിലി പോലെ പലതും ഒരുമിച്ച് വന്നു, ഇല്ലേ, എന്നിട്ടത് ഒരുമിച്ച് കൂട്ടിക്കെട്ടി, അപ്പൊ ചൂലായി. അതങ്ങനെ എളുപ്പത്തിൽ ഒടിക്കാൻ പറ്റുമോ? ഒരു ഈർക്കിൽ ഒടിക്കുന്ന എളുപ്പത്തിൽ ചൂലൊടിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കണക്കാക്കുക. പലരും വിശ്വാസം, ഇല്ലേ, ദുർബലമായ വിശ്വാസമുള്ളവര് പക്ഷെ ഒരുമിച്ച് വന്ന് അവരുടെ വിശ്വാസം ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനത്തിൽ അത് കൂട്ടിക്കെട്ടുന്നു. ലേഖനം, പഴയനിയമത്തിലെ വായനകള്, ലേഖനം, സുവിശേഷം, ഒരേ വചനം കൊണ്ട് ഈ വിശ്വാസത്തെ കൂട്ടിക്കെട്ടുന്നു. ഈ ചൂല് പല ഈർക്കിലിൽ വെച്ച് ചൂല് കെട്ടുന്ന പോലെ അത് എളുപ്പത്തിൽ ഒടിക്കാൻ പറ്റുമോ? ഇല്ല. ലത്തീൻ സഭയിലെ കുർബാനയില് ദിവ്യകാരണം സ്വീകരിക്കുന്നതിന് മുൻപ് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ പാപങ്ങളല്ല നിന്റെ സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പാപങ്ങളല്ല നീ നോക്കേണ്ടത്, നിന്റെ സഭയുടെ വിശ്വാസം. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വന്ന് അവരുടെ വിശ്വാസം ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. ഇതാണ് ദേവാലയത്തിൽ സംഭവിക്കുന്നത്. ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് വന്ന്, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരുമിച്ച് വന്ന് സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനത്താൽ അത് കൂട്ടിക്കെട്ടപ്പെടും. അപ്പോൾ അത് സഭയുടെ വിശ്വാസമായി മാറും. ഇതാണ് സിമ്പിൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം. ഇതുകൊണ്ടാണ് പറയുന്നത്, ലത്തീൻ സഭയിൽ പറയുന്നത്, ഞങ്ങളുടെ പാപങ്ങളല്ല നിന്റെ സഭയുടെ വിശ്വാസമാണ് നീ തൃക്കൺ പാർക്കേണ്ടത്. ഇങ്ങനെ പലരുടെയും ദുർബല വിശ്വാസമാണെങ്കിലും അത് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് സമർപ്പിക്കുമ്പോൾ ഒരേ ദൈവവചനങ്ങൾ കൂട്ടിക്കിട്ടുന്നതിനാൽ അത് സഭയുടെ വിശ്വാസമായി മാറി. അതിനാൽ അത് ശക്തമായ വിശ്വാസമാണ്. ഒടിച്ചു കളയാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടും സഭയ്ക്ക് തെറ്റുപറ്റാത്തത്. നിങ്ങൾ സാധാരണ മനുഷ്യരുടെ വിശ്വാസം നോക്കിയേ, സാധാരണമാര് അവർ ദൈവശാസ്ത്രമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സഭാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ അവർ പറയും, അച്ഛനോട് പറയും, ഇത് അച്ചോ ഇത് സഭാവിരുദ്ധമാണ്, ഇത് സഭാവിരുദ്ധമാണ്. അതാ എങ്ങനെ അവർക്ക് മനസ്സിലായത്? അത് സഭ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ വിചാരിക്കും വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ വലിയ പ്രശ്നമൊന്നും, ചൊല്ലില്ലെങ്കിൽ എന്താ, ചൊല്ലിയാൽ എന്താ നോക്കും ചിലപ്പോൾ വിചാരിക്കും. അല്ല, ഇത് ചൊല്ലുന്നതിലൂടെ അൽമായരിൽ, സാധാരണ അൽമായരിൽ പോലും സഭയുടെ വിശ്വാസം ആഴത്തിൽ വേരോടിയിട്ടുണ്ട്. അതിനാൽ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരാണെങ്കിലും വന്ന് ഒരു പാഷണ്ഡത പറഞ്ഞാൽ ഈ സാധാരണ വിശ്വാസത്തിൽ ചെന്ന് പറയും, അച്ഛോ അതിനകത്തൊരു തെറ്റില്ലേന്ന് ചോദിക്കും. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, സാധാരണ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്.
ആ വിശ്വാസത്തിൽ പങ്കുചേരുന്നത് കൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വമുള്ളത്. ആ വാക്കുകൾക്ക് ഒന്നുകൂടി കേൾക്കാം. ഈ എന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്നൊരു പുസ്തകമുണ്ട്. ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നിട്ട് ആദ്യത്തെ ഇന്റർവ്യൂ ആണത്. ബിബ്ലിയ അക്കാദമിയിലെ പുസ്തകം കിട്ടും. എന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു. അതിനകത്ത് മാർപ്പാപ്പ പറയുന്ന വാക്കുകളാണ്. സാധാരണ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്, ഒരു തെറ്റാവരമുണ്ട്. അവർക്ക് തെറ്റുപറ്റില്ല. അവരുടെ വിശ്വാസത്തിൽ പങ്കുപറ്റുന്നത് കൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുള്ളത്, അപ്രമാദിത്വമുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണിത്. ഈ വലിയ വിപ്ലവം സൃഷ്ടിച്ചെന്ന് വിചാരിച്ച ദൈവശാസ്ത്രജ്ഞന്മാര് അവർ പാഠാണ്ടത് വന്ന് പഠിപ്പിക്കുമ്പോൾ ജനം അത് കൂട്ടാക്കില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടാകും, ഒന്നുകൂടി പറയാണ്. ഞാൻ പല സ്ഥാപനങ്ങളും പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പ് വന്ന ചില പ്രൊഫസർമാര് യേശുവിന് അറിയാൻ പാടില്ലായിരുന്നു യേശു ദൈവമാണെന്ന് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഒരു കയ്യടിക്ക് കിട്ടും. ഈ യേശുവിന് താൻ ദൈവമാണെന്ന് യേശുവിന് അറിയില്ലായിരുന്നു. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്. വിപ്ലവം പോലെ പഠിപ്പിക്കുകയാണ്. വലിയ പ്രൊഫസർമാരാണ് അവർ. റോമിൽ പഠിച്ചിട്ടുണ്ടാകാം, ലുവൈനിൽ പഠിച്ചിട്ടുണ്ടാകാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഈ ക്ലാസ് കേട്ടവർക്ക് ചെറിയ പ്രയാസമുണ്ട്. കാരണം യേശുവിന് അറിയാൻ പാടില്ലായിരുന്നു യേശു ദൈവമാണെന്ന്. അവർക്കത് പക്ഷേ ആ പ്രൊഫസറോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. ചോദിച്ചാൽ പരീക്ഷയിൽ തോൽപ്പിക്കും. അത്രയും വികാസമുള്ളൂ ഈ നമ്മുടെ പ്രൊഫസർമാർക്ക്. ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ അവനെ തോൽപ്പിക്കുക. അവന് എതിരഭിപ്രായം പറഞ്ഞു, അത്രയും ചങ്കൂറ്റമുള്ളവനാണ് എന്നല്ല കരുതുന്നത്, അവനെ തോൽപ്പിക്കുക. അപ്പൊ ഇവര് ചോദിക്കില്ല, പരീക്ഷയിൽ പാസ്സാകണമല്ലോ. ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് സമ്മതിക്കാം. അദ്ദേഹത്തെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ദേഷ്യപ്പെട്ടല്ല, അദ്ദേഹത്തെ അല്ലെങ്കിൽ നിങ്ങൾ പച്ചന്മാരുണ്ട്, കന്യാസ്ത്രന്മാരുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവക്കാരുടെ പറയാൻ പറ്റുമോ താൻ ദൈവമാണെന്ന കാര്യം യേശുവിന് അറിയില്ലായിരുന്നു എന്ന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രസംഗിക്കാൻ പറ്റുമോ ഏതെങ്കിലും പള്ളിയിൽ? ഞാൻ പഠിപ്പിക്കുന്നത് മാസ്റ്റേഴ്സ് ലെവലിലൊക്കെയാണ്. അപ്പോൾ വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, പ്രോട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന സംഗതി ഇതാണ്, നിങ്ങൾക്കിത് പ്രസംഗിക്കാൻ പറ്റുമോ? ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് താൻ ദൈവമാണെന്ന കാര്യം യേശുവിന് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അവർ പറഞ്ഞു പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ജനങ്ങൾ സമ്മതിക്കില്ല. അതാണ് കാര്യം. അപ്പൊ ഈ പ്രൊഫസർ പറയുന്നത് തെറ്റാണ്. ജനങ്ങൾക്ക് സത്യം അറിയാം. അവർ ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ല, ബൈബിളിന്റെ ആഴത്തിലേക്കൊന്നും പോയിട്ടില്ല, പക്ഷെ അവർക്ക് സത്യം അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശ്വാസികൾക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു ഉറപ്പുണ്ട്. സഭയുടെ വിശ്വാസം അതിങ്ങനെ കിട്ടുന്നതാണ്, ലിറ്റർജിയിലൂടെ കിട്ടുന്നതാണ്. 3, ഈ സഭയുടെ വിശ്വാസം തന്നെയും പൂർണ്ണമല്ല. പൂർണ്ണമാണെങ്കിൽ പിന്നെ വളരാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഓരോരുത്തരും സഭയുടെ വിശ്വാസത്തിന് കൺട്രിബ്യൂട്ട് ചെയ്യണം. അതിന് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ ഫ്രാൻസിസ്. അദ്ദേഹം സഭയ്ക്ക് ഉള്ളിലായിരുന്നു, പക്ഷെ സഭയേക്കാൾ വലുതായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? സഭയുടെ ചട്ടക്കൂട് ഒന്ന് പൊളിച്ചിട്ട് കുറച്ചുകൂടി വലുതാക്കി പണിതു. നമ്മൾ ഓരോരുത്തരുടെയും ഈ കൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ കൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഈ സഭയുടെ വിശ്വാസത്തെ കുറെ കൂടി വിശാലമാക്കുക. ഓരോ വിശുദ്ധരും ചെയ്തതാണ്. ഓരോ വിശുദ്ധരും ചില വചനങ്ങള് ചില ആളുകളെ തുളച്ചു കയറും, അത് അവരങ്ങ് ആവരണം ചെയ്യും, വലയം ചെയ്യും. ഈ വചനത്തിൽ ശരിക്കുള്ള അർത്ഥം അവരുടെ ജീവിതമാണ്. ഇതുകൊണ്ടാണ് വിശുദ്ധരാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാതാക്കൾ എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകും, നമ്മൾ വിശ്വാസം ഏറ്റു പറയാൻ പോകുമ്പോൾ സഭയുടെ വിശ്വാസത്തെ തന്നെ നമ്മൾ വിശാലമാക്കുകയാണ്. ഇതിനെയാണ് ഈ സിമ്പിൾ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസ ചിഹ്നം, വിശ്വാസ സങ്കേതം, വിശ്വാസ സംജ്ഞ, വിശ്വാസ സൂചകം, വിശ്വാസ പ്രതിരൂപം എന്നൊക്കെ പറയുന്ന വിശ്വാസ പ്രമാണം. അതൊരു പ്രമാണത്തെക്കാൾ കൂടുതലാണ്. ചിഹ്നമാണത്, ഒരു സിമ്പിളാണ്. നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നു എന്നതിന്റെ പ്രമാണത്തെക്കാൾ, പ്രമാണം കൽപ്പനയൊന്നും അല്ലത്, അതൊരു വിശ്വാസ ചിഹ്നമാണ്. സിമ്പിൾ ഓഫ് ഫെയ്ത്ത്. സിമ്പിളും എന്ന ലത്തീൻ വാക്ക്. ഒരുമിച്ച് വരിക എന്നർത്ഥം. ദൈവവും നമ്മൾ ഒരുമിച്ച് വരുന്നു, വിശ്വാസികൾ ഒരുമിച്ച് വരുന്നു, എന്നിട്ട് അത് സഭയുടെ വിശ്വാസമായി രൂപാന്തരപ്പെടുന്നു. തീർന്നില്ല, നമ്മൾ ഓരോരുത്തരും സഭയുടെ വിശ്വാസത്തെ വിശാലമാക്കാനായിട്ട് വിശുദ്ധരായി ജീവിക്കുന്നു. ഇതാണ് വിശ്വാസ ചിഹ്നം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഇത്രയും മനസ്സിലാക്കിയവരാണ് നമുക്ക് ലിറ്റർജി എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ലിറ്റർജിയിൽ എന്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് നമുക്ക് ഇത്രയും നമ്മൾ എന്താണ് ഈ വിശ്വാസ പ്രമാണത്തിലൂടെ എന്താണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന കാര്യം ഒന്ന് ആഴത്തിൽ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം, ലിറ്റർജിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.